മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബിന്റെ അല്ലമീനും ദീർഘകാലം പ്രവർത്തിച്ചില്ല. അല്ലമീനെ കണ്ടുകെട്ടി പത്രാധിപരെ ജയിലിലടക്കാൻ ശ്രമമുണ്ടായി. ആ ശ്രമങ്ങളുടെ പ്രതീകമായിരുന്നു, അതിനിരയാകേണ്ട വന്ന ശ്രമങ്ങളുടെ പ്രതീകമായിരുന്നു അബ്ദുൾ റഹ്മാൻ സാഹിബ്. ആ അബ്ദുൾ റഹ്മാൻ സാഹിബിന്റെ സ്മരണാർത്ഥമാണ് കോഴിക്കോട് നഗരഹൃദയത്തിലെ ജൂബിലി ടൗൺ ഹാള് കോഴിക്കോട് കോർപ്പറേഷൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതൃത്വം നൽകുന്ന CPIM-നാൽ നയിക്കപ്പെടുന്ന കോഴിക്കോട് കോർപ്പറേഷൻ തീരുമാനിച്ചു. ഏതു വിധത്തിലുള്ള വിഷലിപ്തമായ പ്രചരണമാണ് ഉയർന്നു വന്നത്? ഞാനതിന്റെ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നില്ല. ആ ജൂബിലി ഹാളിൽ കൂടിയ യോഗം എന്ന് പറയുമ്പോൾ RSS സംഘടിപ്പിച്ച യോഗമല്ല. സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ ആഫീസിൽ നിന്ന് കുറച്ച് കാശ് കൊടുത്ത് സംഘടിപ്പിച്ച അവരുടെ രാഷ്ട്രീയ പ്രചരണ പരിപാടിയുമായിരുന്നില്ല. യോഗത്തിന്റെ സംഘാടകരുടെ ഒന്നാമത്തെയാൾ നെഹ്റു യുവകേന്ദ്രയാണ്, രണ്ടാമത്തെയാൾ കേരള ഭാരത, മൂന്നാമത്തേത് തപസ്യാണ്. തപസ്സ RSSന്റെ ഒരു അടിമസംഘമാണ്, തർക്കമേതുമില്ല. അതേപോലെയല്ല ഒന്നും രണ്ടും പദവി അലങ്കരിച്ചിരുന്ന സംഘാടകർ. കേരള ഭാരത് ഇന്ത്യൻ യൂണിയൻ ഗവൺമെന്റിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഏജൻസിയാണ്. നെഹ്റു യുവകേന്ദ്ര ഇന്ത്യൻ യൂണിയൻ ഗവൺമെന്റിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന മറ്റൊരു ഏജൻസിയാണ്. സർക്കാർ ചെലവിൽ നിന്ന് എന്റെയും നിങ്ങളുടെയും നികുതി പണത്തിന്റെ ഒരു ഓഹരി ഉപയോഗിച്ച് യുവജനക്ഷേമം ലക്ഷ്യമാക്കിക്കൊണ്ട് സംഘടിപ്പിച്ച പരിപാടിയാണ് ഇന്നലെ കോഴിക്കോട് നഗരഹൃദയത്തിൽ സംഘടിപ്പിക്കപ്പെട്ടത്. അത് ഉദ്ഘാടനം ചെയ്യാൻ വന്ന മന്ത്രി RSSന്റെ പ്രചാരക കൂടെയായ യൂണിയൻ മന്ത്രിസഭാ അംഗമായ മീനാക്ഷി ലേഖിയാണ്. നിങ്ങൾ പലരും വാർത്തകളിലൂടെ കണ്ട പ്രകാരം എന്താണ് ഭാരതമാതാവിനെ ജയിലിക്കണം ആവശ്യപ്പെടുന്നു. നമുക്കെന്ത് പ്രയാസം? ഭാരതത്തിന്റെ മാതാവിനോ പിതാവിനോ അച്ഛനോ അമ്മുമ്മയ്ക്കോ അളിയനോ അമ്മായിക്കോ ഒക്കെ ജയിലിക്കുക എന്നുള്ളത് ഏത് സാധാരണക്കാരുടെയും RSSകാരുടെയും ഒക്കെ അവകാശമാണ്. അതൊക്കെ അവർക്ക് ജയിലിക്കാം. പക്ഷെ പ്രത്യേകത എന്താണ്? നമ്മുടെ നാട്ടിൽ വന്ന് നമ്മുടെ നികുതിപ്പണം ഉപയോഗിച്ച് സംഘടിപ്പിച്ച പരിപാടിയിൽ RSSന്റെ നേതാവ് വിളിച്ച മുദ്രാവാക്യത്തെ ഏറ്റുവിളിക്കാൻ തയ്യാറാകാത്ത നട്ടലുള്ള കുറച്ചാളുകൾ ആ ടൗൺ ഹാളിൽ നിന്ന് ഉണ്ടായിരുന്നു. സ്ത്രീകളുണ്ടായിരുന്നു, വിദ്യാർത്ഥികളുണ്ടായിരുന്നു. ഇന്നലെ കണ്ട ദൃശ്യങ്ങൾ ഒന്നെന്താണ്? ഒരു സ്ത്രീ ധരിച്ചിരുന്ന സാരിയുടെ നിറം ചൂണ്ടിക്കാട്ടി ഈ കേന്ദ്ര മന്ത്രിസഭാ അംഗമായ വനിത സംഘപരിവാരത്തിന്റെ പ്രചാരക അവരുടെ മുഖത്ത് നോക്കി ആക്രോശിക്കുകയാണ്. എന്താണ് ആക്രോശം? നിങ്ങളുടെ അമ്മ ഭാരതമല്ലേ? ഭാരതമ്മ നിങ്ങളുടെ മാതാവല്ലേ? ഞാൻ ജയിലിക്കാൻ പറയുമ്പോ നിങ്ങൾക്ക് എന്താണ് ജയിലിക്കാൻ ഇഷ്ടം തോന്നാത്തത്? ജയിലിക്കാൻ താല്പര്യമില്ല എങ്കിൽ ഇറങ്ങി ആളിൽ നിന്ന് പുറത്തു പോകണം. ഇതാണ് ആക്രോശം. ഇത് പറയുമ്പോൾ നമുക്ക് പറയാം, ഇങ്ങനെ പറയുന്നത് കേന്ദ്രമന്ത്രിക്ക് അവകാശമില്ലേ? അവകാശം ഉണ്ടായിരിക്കാം. പക്ഷെ അതിവിടെ പറയണം, അത് ജൂബിലി ടൗൺ ഹാളിൽ പറയാൻ പാടില്ല. അത് കോഴിക്കോട് ഏതെങ്കിലും ലോക്കൽ വർഗീയവാദികൾ സംഘടിക്കുന്ന RSSന്റെ ഏതെങ്കിലും ഓഫീസിൽ പോയി പറയണം. അവർ വിളിക്കുന്ന മുദ്രാവാക്യം ഏറ്റുവിളിക്കാൻ തയ്യാറാകാത്തവരോട് ഇറങ്ങിപ്പോകാൻ പറയണമെങ്കിൽ എന്റെയും നിങ്ങളുടെയും നികുതിപ്പണം ഉപയോഗിച്ച് നെഹ്റു യുവകേന്ദ്രയുടെയും കേരള ഭാരതിന്റെയും മാനവ ചുവട്ടിൽ നടത്തുന്ന ഇന്ത്യയിലെ സാധാരണക്കാരന്റെ വിയർപ്പിന്റെ ഓഹരി ഉപയോഗിച്ചുകൊണ്ടുള്ള പരിപാടിയിൽ വന്നിട്ടല്ല ഇറങ്ങിപ്പോകാൻ ആജ്ഞാപിക്കേണ്ടത്. അങ്ങനെ ഇറങ്ങിപ്പോകാൻ ആജ്ഞാപിച്ചാൽ എന്ത് പറയും? സൗകര്യപ്പെടില്ല എന്ന് കോഴിക്കോടും കേരളത്തിലെയും ജനങ്ങൾ തിരിച്ചു പറയും. അതാണ് നമ്മൾ നൽകേണ്ടത്. ആക്രോശിച്ചു നോക്കി, ഉടുത്തിരുന്ന വസ്ത്രത്തിന്റെ നിറം പറഞ്ഞ് വിമർശിച്ചു നോക്കി, ഭയപ്പെടുത്താൻ നോക്കി. പക്ഷെ എന്താണ് ഇത്? ഇന്ത്യയിലെ മറ്റു പ്രദേശങ്ങൾ പോലെയല്ല. കോഴിക്കോട് ജൂബിലി ടൗൺ ഹാളും കേരളവും എന്നതുകൊണ്ട് ആക്രോശിച്ച കേന്ദ്രമന്ത്രിക്ക് ആ വഴി ഇറങ്ങി പോകേണ്ടതായി വന്നു. അതാണ് നമ്മൾ കാണേണ്ടത്. ഇത് ഞാൻ ആമുഖമായി സൂചിപ്പിക്കാൻ കാരണം എന്താണ്? ഇത് കോഴിക്കോടിന് പരിചിതമുള്ള അനുഭവമല്ല, കേരളത്തിന് പരിചിതമുള്ള അനുഭവമല്ല. നമ്മുടെ നാട്ടിൽ എത്രയോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തകർ മന്ത്രിസഭാ അംഗങ്ങളായും ജനപ്രതിനിധികളായും കേന്ദ്ര സംസ്ഥാന മന്ത്രിമാരുടെ പദവി അലങ്കരിച്ചതുമായ ഭൂതകാലം നമ്മുടെ നാടിനുണ്ട്. ഏതെങ്കിലും ഒരു മന്ത്രി വന്നിട്ട് ഇപ്പൊ നവകേരള സദസ്സ് നടന്നു. കേരളത്തിലെ മന്ത്രിസഭാ അംഗങ്ങൾ എമ്പാടും നമ്മുടെ ഗ്രാമങ്ങളിലേക്ക് വിരുന്നെത്തി. അതിൽ ഏതെങ്കിലും ഒരു മന്ത്രി വന്ന് കൊയിലാണ്ടിയിലോ പേരമ്പ്രയിലോ വന്നിട്ട് ഒരു മുദ്രാവാക്യം വിളിക്കുന്നു. അത് ഏറ്റുവിളിക്കാൻ ആരെങ്കിലും വരാൻ തയ്യാറാകുന്നില്ല. നവകേരള സദസ്സ് സർക്കാർ പരിപാടിയാണ്. ആ പരിപാടിയിൽ പങ്കെടുത്ത
മുദ്രാവാക്യം വിളിക്കാത്ത ഏതെങ്കിലും ഒരു സാധാരണക്കാരനോട് സാധാരണക്കാരിയോട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോടാ എന്ന് പറഞ്ഞാൽ ഉണ്ടാകുന്ന അനുഭവം എന്തായിരിക്കും? നമ്മൾ ആരും ആ സമീപനം സ്വീകരിച്ചിട്ടില്ല. ഇന്നയോളം കേരളം അത്ര അനുഭവം കണ്ടിട്ടുമില്ല. പക്ഷെ പ്രത്യേകത എന്താണ്? ഇന്ത്യ എത്രമേൽ അപകടപൂർണമായ ഒരു ദശാസന്ധിയിലൂടെ കടന്നു പോകുന്നു എന്നതിന്റെ പരിച്ഛേദമായി, അതിന്റെ പ്രതീകമാണ് ഇന്നലെ കോഴിക്കോട് നഗരസഭയിൽ നമ്മൾ കണ്ടത്. അതിനെയും ന്യായീകരിക്കുവാൻ കേരളത്തിലെ സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ പ്രചാരകർ ക്യൂ നിൽക്കുകയാണ്. ഇങ്ങനെ വിളിച്ചു പറയുന്നത് എന്താണ് തെറ്റ്? ഞങ്ങൾ ഭാരതത്തിനല്ലേ ജയ് വിളിക്കാൻ പറഞ്ഞത്. ഇങ്ങനെ ഭാരതത്തിന് ജയ് വിളിക്കുന്നതിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും നാണക്കേടുകൊണ്ടതുണ്ടോ? എന്നിട്ട് ദേശീയതയുടെ ക്ലാസ്സാണ്. ആരാണ് ദേശീയതയുടെ ക്ലാസ് എടുക്കുന്നത്? അതിന് മറുപടിയുണ്ട്. നമ്മളിവിടെ ഒത്തുചേരുന്നതിന് ഏതാണ്ട് 48 മണിക്കൂർ മുമ്പാണ് NIT-യിൽ നിന്നൊരു വാർത്ത കേട്ടു. അതും കോഴിക്കോട് നിന്ന് തന്നെയാണ്. NIT എന്ന് പറയുന്നത് പഴയ റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജാണ്. അടിയന്തരാവസ്ഥ കാലയളവിലെ രക്തസാക്ഷിത്വം വരിക്കേണ്ട വന്ന രാജൻ എന്ന പ്രതിപാദനായ വിദ്യാർത്ഥിയെ കേരളത്തിന് സമ്മാനിച്ച ക്യാമ്പസാണ് റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജ്. പഴയ RIC ഇന്നത്തെ NIT-യാണ്. NIT-യിലെ അധ്യാപികയുടെ പ്രതികരണം എന്താണ്? ലക്ഷണമൊത്ത സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ തീവ്രവാദ സ്വഭാവമുള്ള ഒരു പ്രവർത്തകൻ, അയാൾ ഗാന്ധി രക്തസാക്ഷി ദിനത്തോടനുബന്ധിച്ച് അദ്ദേഹത്തിന്റെ സാമൂഹ്യ മാധ്യമത്തിൽ ഗോഡ്സെയുടെ ചിത്രം പങ്കുവച്ചിരിക്കുന്നു. ഗോഡ്സെ ആരാണ്? വിശദീകരിക്കേണ്ടതില്ല. ഗാന്ധി ഘാതകനാണ്. 2024 വരെ നമുക്ക് വിശദീകരിക്കേണ്ടതില്ല. ഇനിയുള്ള ചരിത്രം നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതായി വരും. ഗാന്ധിയെ വെടിവെച്ച് കൊന്നുകളഞ്ഞ, ഇന്നയോളം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഭീകര പ്രവർത്തനം നടത്തിയ ഇന്ത്യയിലെ ഏറ്റവും വലിയ തീവ്രവാദിയാണ് ഗോഡ്സെ. ആ ഗോഡ്സെയുടെ ചിത്രം ഇന്നലെ കഴിഞ്ഞ ദിവസം പങ്കുവെച്ച ചിത്രത്തിന്റെ ചുവട്ടിൽ എന്താണ് പറയുന്നത്? കോഴിക്കോട് NIT-യിലെ പ്രൊഫസറായ മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റിലെ അധ്യാപിക പറയുന്നു, ഗോഡ്സെയെ ഓർത്ത് ഞാൻ അഭിമാനം കൊള്ളുന്നു. അവരുടെ വാചകം എന്താണ്? ഇന്ത്യയെ രക്ഷിച്ചതിന് അങ്ങേക്ക് നന്ദി എന്ന് പറയുകയാണ്. ഇത് പറയുന്നത് UP-യിലും ബീഹാറിലുമുള്ള ആരെങ്കിലും അല്ല. വിവരവും വിദ്യാഭ്യാസവും തൊട്ടു നേടിയിട്ടില്ലാത്ത നിരക്ഷരനായ ഏതെങ്കിലും ഒരു മതതീവ്രവാദിയല്ല. നമ്മൾ VKS സ്മരിക്കുവാൻ നന്ദിയിൽ ഒത്തുചേരുന്ന സമയത്ത് അതിനേതാണ്ട് 24-48 മണിക്കൂറുകൾക്ക് പുറകിൽ നമ്മളുടെ ജില്ലയിൽ കോഴിക്കോട് ഇവിടെ നിന്ന് കിലോമീറ്ററുകൾക്ക് മാത്രം അകലെയുള്ള ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രതിഭാധനരായ വിദ്യാർത്ഥികൾ പഠിക്കുന്നു എന്ന് നമ്മൾ കരുതുന്ന കോഴിക്കോട് NIT-യിലെ ദീർഘകാലം അനുഭവ പരിചയവും സമ്പത്തും പ്രാഗൽഭ്യവും പാണ്ഡിത്യവുമുള്ള NIT-യിലെ അധ്യാപിക പറയുന്നു, ഗാന്ധിയുടെ ഘാതക, അങ്ങേക്ക് നന്ദി ഇന്ത്യയെ രക്ഷിച്ചതിന് എന്നുള്ളതാണ്. ഗാന്ധി ഘാതകരുടെ സംഘമാണ് ഇന്ത്യയിൽ RSS. അവരുടെ പിന്തുടർച്ചക്കാരിയാണ് ടൗൺ ഹാളിൽ വന്നിട്ട് ഭാരതത്തിന് ജയ് വിളിക്കാത്തവർ ഇറങ്ങി പോകണം എന്ന് ആക്രോശിക്കുന്നത്. എന്താണ് പ്രത്യേകത? ഈ സംഭവ വികാസങ്ങൾ, ഇന്നലെ മാത്രം കോഴിക്കോട് സംഭവിച്ച സംഭവ വികാസങ്ങൾ നമ്മളോട് വിളിച്ചു പറയുന്നുണ്ട് എത്രമേൽ അപകടപൂർണമായ കാലാവസ്ഥയിലൂടെയാണ് നമ്മളുടെ രാഷ്ട്രം യാത്ര ചെയ്യുന്നത്. അപകടപൂർണമായ ദശാസന്ധി എന്ന് പറയുന്നത് ആലങ്കാരികമായ ഒരു പ്രയോഗമല്ല. ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ ഈ അനുസ്മരണ യോഗത്തിൽ പങ്കെടുക്കുന്നവർ ഏതെങ്കിലും ഒരു പ്രത്യേക പ്രായപരിധിയിലുള്ളവരല്ല. നമ്മുടെ നന്ദി പ്രദേശത്തെ പൊതുജനത്തിന്റെ പരിസരമാണ് ഇവിടെ ഒത്തുചേർന്നിട്ടുള്ളത്. ബാലിക ബാലകന്മാർ, വിദ്യാർത്ഥിനികൾ, കൗമാരത്തിലെത്തിയവർ, യുവതീ-യുവാക്കൾ, മധ്യവയസ്കർ, വാർദ്ധക്യത്തിലെത്തിയവർ, ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ ആവാരവൃദ്ധം വരുന്ന ജനങ്ങൾ ഇവിടെ സംഗമിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ആരുടെയെങ്കിലും ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ ഇത്തരമൊരു പ്രതികരണം കേൾക്കേണ്ട വന്നൊരു കോഴിക്കോട്, ഇത്തരമൊരു പ്രതികരണം കേൾക്കേണ്ട വന്നൊരു കേരളം നമ്മുടെ ആരുടെയെങ്കിലും അനുഭവത്തിലുണ്ടോ? എവിടെയുമില്ല. ഗാന്ധി ഘാതകന് നന്ദി പറയുന്ന NIT-യിലെ അധ്യാപിക കോഴിക്കോടാവട്ടെ മറ്റിന്ത്യൻ പ്രദേശങ്ങളിൽ എവിടെയുമാവട്ടെ നമുക്ക് സങ്കല്പിക്കാൻ കഴിയുമായിരുന്നു. ഗാന്ധി ഏതെങ്കിലും ഒരു പ്രത്യേക രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിരുന്നില്ലല്ലോ. ഇന്ത്യയുടെ പ്രതീകമാണ്. ശതകോടിക്കണക്കിന് വരുന്ന നമ്മുടെ ജനസാമാന്യത്തിന്റെ അഭിമാനാർഹമായ പരിച്ഛേദമാണ്. ആ ഗാന്ധിയെ വെടിവെച്ച് കൊന്നുകളഞ്ഞ ലക്ഷണമൊത്ത ഇന്ത്യയെ കണ്ട ഏറ്റവും വലിയ തീവ്രവാദിക്ക് കോഴിക്കോട് NIT-യിലെ അധ്യാപിക നന്ദി പറയുന്നു. അയാളെ അഭിമാനം കൊള്ളുന്നു. ഗാന്ധിയെ കൊന്നത് വഴി ഇന്ത്യയെ രക്ഷിച്ചു എന്ന് മറയേതും
അവർ വിളിച്ചു പറയുകയാണ്. നമ്മുടെ ആരുടെയെങ്കിലും ജീവിതത്തിന്റെ ഭൂതകാല അനുഭവങ്ങളിൽ ഇങ്ങനെയൊരു പ്രതികരണം കേൾക്കേണ്ടതായി വന്നിട്ടുണ്ടോ? ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ലളിതമായ ഒരു ചോദ്യം മാത്രമേ അതുകൊണ്ട് അവശേഷിക്കുന്നുള്ളൂ. അത് നന്ദിയുടെയും മൂടാടിയുടെയും കോഴിക്കോടിന്റെയും കേരളത്തിന്റെയും മാത്രം ചോദ്യമല്ല. വർഗീയത എന്ന് കേൾക്കുമ്പോൾ മുട്ടുമടക്കാത്തവരാരാണ്? ശിരസ് കുനിക്കാത്തവരാരാണ്? മതനിരപേക്ഷതയ്ക്ക് വേണ്ടി വർഗീയതയ്ക്ക് മുമ്പിൽ മുട്ടുമടക്കാതെ, നട്ടെല്ല് വളക്കാതെ, വിനീത വിധേയരാകാതെ ഇന്ത്യൻ മതനിരപേക്ഷതയ്ക്ക് വേണ്ടി നിതാന്ത ജാഗ്രതയോടുകൂടെ സമര ശബ്ദമുയർത്താൻ ഇന്ത്യയിൽ ഏതു രാഷ്ട്രീയത്തിന് കഴിയും? ഇത് മാത്രമാണ് അവശേഷിക്കുന്ന ചോദ്യം. ഏതാണ്ട് ആഴ്ചകളുടെ മാസങ്ങളുടെ വ്യത്യാസത്തിൽ നമ്മുടെ നാട് പാർലമെന്റ് തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുകയാണ്. വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇപ്പോൾ ഇന്ത്യ എന്നൊരു കൂട്ടായ്മയിലേക്ക് എത്തിയിരിക്കുന്നു. പരിമിതികളോടുകൂടെയെങ്കിലും അതൊരു ആശ്വാസികരമായ കാര്യമാണ്. പക്ഷെ ഇതൊരു കൂട്ടായ്മയുടെയും മുന്നണിയുടെയും മാത്രം കേവല പ്രശ്നമല്ല, ഇന്ത്യയുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. നമ്മളുടെ രാഷ്ട്രം എത്ര കാലം അതിജീവിക്കുമെന്നതിന്റെ പ്രശ്നമാണ്. ഇന്ത്യ എന്ന ബഹുസ്വര സമ്പൂർണമായ ആശയം എത്ര കാലം ഇങ്ങനെ നിലനിൽക്കുമെന്നതിനെ സംബന്ധിച്ചുള്ള പ്രശ്നമാണ്. ആ ചോദ്യം ഒരു CPIM പ്രശ്നം മാത്രമല്ല. ആ ചോദ്യം ഇന്ത്യയിലെ ഒരു ഇടതുപക്ഷ പ്രശ്നം മാത്രമല്ല. ആ ചോദ്യം ഇന്ത്യയിലെ ഒരു സാമൂഹിക പ്രശ്നമാണ്. ഇന്ത്യയിലെ മുഴുവൻ മനുഷ്യന്മാരെയും സംബന്ധിച്ചുള്ള പ്രശ്നമാണ്. അവരാണ് ഈ ചുവരെടുത്തുയർത്തുന്നത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ മാത്രമല്ല, വർഗീയത എന്ന് കേൾക്കുമ്പോൾ ശിരസ് കുനിക്കാതെ, നട്ടെല്ല് വളക്കാതെ, പഞ്ചപക്ഷമടക്കാതെ, മതനിരപേക്ഷതയെ ഒറ്റുകൊടുക്കാതെ ഇന്ത്യക്ക് വേണ്ടി നിലപാട് സ്വീകരിക്കാൻ ഇന്ത്യയിൽ ഏതു രാഷ്ട്രീയത്തിന് കഴിയും? ഇതാണ് പ്രസക്തമായ ചോദ്യമായി അവതരിപ്പിച്ചിട്ടുള്ളത്. ജനുവരി 22 നമുക്ക് മുമ്പിൽ ഒരു ദൃഷ്ടാന്തമാണ്. മൂടാടിയിലും കോഴിക്കോടും കേരളത്തിലുമുള്ളവർക്ക് മാത്രമല്ല, ചിന്തിക്കുന്ന ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾക്ക് മുമ്പിൽ ജനുവരി 22 ഒരു ദൃഷ്ടാന്തമാണ്. എന്തുകൊണ്ടാണ് പറയേണ്ട വന്നത്? ഇന്ന് ഇന്നലെയോ മറ്റോ ആണെന്ന് തോന്നുന്നു, ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്ന വഴി പാണക്കാട് മുസ്ലിം ലീഗിന്റെ അഭിനവ നേതാവിന്റെ ഒരു പ്രഭാഷണം കേൾക്കുകയാണ്. ലീഗ് നേതാവ് പറയുന്നു, ഇന്ത്യൻ മതനിരപേക്ഷതയുടെ പ്രതീകമായിട്ട് വേണം അയോധ്യയെ കാണുവാനെന്ന് പറയുകയാണ്. ഇന്ത്യൻ മതനിരപേക്ഷതയുടെ പ്രതീകമായിട്ട് വേണം. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് അങ്ങനെ പറയേണ്ടതായി വന്നത്? ലീഗിന് പോലും ഭയമാണ് വർഗീയതയെ ചോദ്യം ചെയ്യുക. ലക്ഷണമൊത്ത ഇന്ത്യൻ വർഗീയതയെ നിരന്തരം രാഷ്ട്രീയമായി വിമർശിച്ചുകൊണ്ടേയിരിക്കുക. മതനിരപേക്ഷ രാഷ്ട്രീയത്തിന് വേണ്ടി കറകളഞ്ഞ നിലപാട് സ്വീകരിക്കുക. ഇന്ത്യയിൽ ആർക്ക് കഴിയുമെന്ന ചോദ്യത്തിന് മുമ്പിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് പോലും ഭയമാണ് എന്ന് പറഞ്ഞത് നമ്മളാരുമല്ല, അഭിനവ നേതാവായ പാണക്കാട് തങ്ങളാണ്. അദ്ദേഹത്തിന്റെ പ്രസംഗമാണ് ഇന്നും ഇന്നലെയുമായി എനിക്ക് തോന്നുന്നു മാധ്യമങ്ങൾ വഴി സംപ്രേഷണം ചെയ്യുന്നത്. അപ്പോൾ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് എന്താണ് പറയുന്നത്? വെള്ളത്തിന് തീ പിടിക്കാതിരിക്കാൻ, ഇങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പറയാം, വെള്ളത്തിന് തീ പിടിക്കാതിരിക്കാൻ അവർ നടത്തിയ ഒരു പ്രസംഗമാണ്. ഏത്? അയോധ്യ ഇന്ത്യൻ മതനിരപേക്ഷതയുടെ കേന്ദ്രമാണ് എന്ന് വെള്ളം പൂശുന്നത് വെള്ളത്തിന് തീ പിടിക്കാതിരിക്കാൻ നടത്തിയ പ്രസംഗമാണ്. ശുദ്ധ അസംബന്ധമാണ്, പച്ചക്കള്ളമാണ്, രാഷ്ട്രീയമായ അശ്ലീലമാണ്. കാരണം എന്താണ്? നമ്മളിൽ എത്ര ആളുകൾ ഇന്ത്യൻ ദേശീയ മാധ്യമങ്ങളും കേരള മാധ്യമങ്ങളും നിങ്ങൾ പരിശോധിച്ച് നോക്ക്. ബാബറി മസ്ജിദ് എന്ന പേര് വർത്തമാനകാല ഇന്ത്യയിൽ എത്ര ആളുകൾ പറയും? ഇന്ത്യയിലെ കേരളത്തിലെ ഒരൊറ്റ മാധ്യമം ആ പേര് പറയുന്നില്ല. ഫൈസാബാദും ഗാസിയാബാദും ബാബറി മസ്ജിദ് ഉൾക്കൊള്ളുന്ന പ്രദേശത്തിന്റെ പേരുകളാണ്. മലയാള മനോരമയും മാതൃഭൂമിയും മുതൽ മതനിരപേക്ഷ രാഷ്ട്രീയത്തിന്റെ പ്രൗഢഗംഭീരമായ കേന്ദ്രമെന്ന് നമ്മൾ കരുതുന്ന കേരളത്തെ 1ഉം 2ഉം സ്ഥാനം അവകാശപ്പെടുന്ന പത്രമാധ്യമങ്ങൾ ഏതും നിങ്ങളെടുത്ത് പരിശോധിക്കുക. ദൃശ്യമാധ്യമങ്ങൾ എവിടെയും നിങ്ങൾ കാണുക. മലയാള മനോരമ ന്യൂസും മാതൃഭൂമിയും 24ഉം റിപ്പോർട്ടറും തുടങ്ങി മീഡിയ വരെ നീണ്ടു നിൽക്കുന്ന ചാനലുകളിൽ എത്ര ദൃശ്യമാധ്യമ പ്രവർത്തകർ ബാബറി മസ്ജിദ് എന്ന പേര് നിങ്ങളോട് പരാമർശിക്കുന്നുണ്ട്. ഫൈസാബാദിനെ സംബന്ധിച്ച് ചർച്ചയ്ക്കെടുക്കുന്നുണ്ട്. ഗാസിയാബാദിനെ സംബന്ധിച്ച് പ്രസിദ്ധീകരിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? നമ്മളല്ല ഇവിടെ സ്മരിക്കുവാൻ ഒത്തുചേരുന്നതിന് ദിവസാന്തരങ്ങൾക്ക് പുറകിൽ മലയാളത്തിന്റെ പ്രിയപ്പെട്ട കവി PN ഗോപികൃഷ്ണൻ എഴുതുന്ന കവിതയുടെ അവസാന വാചകങ്ങളുണ്ട്. 22 പ്രസിദ്ധീകരിക്കപ്പെട്ട കവിതയാണ്. ഗോപികൃഷ്ണന്റെ സുഹൃത്തുക്കൾ പറയുന്നത് ട്രെയിൻ യാത്രയിൽ ബാബറി ധ്വംസനത്തിന്റെയും പ്രതിഷ്ഠാപന ചടങ്ങിന്റെയും വാർത്തകൾ ഒരേപോലെ മനസ്സിൽ കോളിളക്കം സൃഷ്ടിച്ചപ്പോൾ അദ്ദേഹം
എഴുതി വെച്ച വരികൾ എന്ന നിലയിൽ ഗോപികൃഷ്ണൻ പറയുന്നതാണ്: വെടിവെച്ചിട്ട പള്ളിയുടെ പച്ച ഇറച്ചി തിന്നവരെ, നിങ്ങൾ തിന്നത് നിങ്ങളുടെ ഇറച്ചിയാണ് എന്ന് തെളിയിക്കപ്പെടുന്ന ദിനം വരിക തന്നെ ചെയ്യും എന്ന് ഗോപികൃഷ്ണൻ പറയുകയാണ്. CPIM-ന്റെ അംഗമൊന്നുമല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സഹയാത്രികനുമല്ല, പക്ഷെ ലക്ഷണമൊത്ത മതനിരപേക്ഷവാദിയാണ്. PN ഗോപികൃഷ്ണൻ നാമധാരിയായത് മതവിശ്വാസത്തിന്റെ പരിസരം നോക്കിയാൽ ഹിന്ദു മതവിശ്വാസിയാണ്, ലക്ഷണമൊത്ത മതനിരപേക്ഷവാദിയാണ്. പക്ഷെ എന്തല്ല, RSS അല്ല, വർഗീയതയ്ക്ക് കീഴ്പ്പെട്ടിട്ടില്ല, മതനിരപേക്ഷതയെ കൈയൊഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് CPIM അല്ല, ഇടതുപക്ഷം മാത്രമല്ല. മലയാള കാവ്യദേശകൾ പുതിയതായി രംഗപ്രവേശനം ചെയ്യപ്പെട്ട ഗോപികൃഷ്ണന്റെ ഏറ്റവും ഒടുവിലത്തെ കാവ്യ സമാഹാരത്തിലെ വരികളാണ് ജനുവരി 22-ന് അർത്ഥസമ്പൂർണമാം വിധം വിളിച്ചു ചൊല്ലുന്നത്. അസ്വസ്ഥജനകമായി നൊന്നു തല്ലുന്ന പ്രതിഷേധത്തോടുകൂടെ കേരളത്തിലെ മുഴുവൻ മതനിരപേക്ഷവാദികളുടെയും വിങ്ങുന്ന ഹൃദയത്തിന്റെ പ്രതീകമാണ് PN ഗോപികൃഷ്ണന്റെ വരികൾ എന്ന് പറയുന്നത്. വെടിവെച്ചിട്ട പള്ളിയുടെ പച്ചയിറച്ചി തിന്നവരെ, നിങ്ങൾ തിന്നത് നിങ്ങളുടെ ഇറച്ചിയാണ് എന്ന് തെളിയിക്കപ്പെടുന്ന കാലം വരിക തന്നെ ചെയ്യും എന്ന് ഗോപികൃഷ്ണൻ പറയുന്നത് മതനിരപേക്ഷ കേരളത്തിന്റെ അടിത്തറയിലും മേൽക്കൂരയിലും ചവിട്ടി നിന്നുകൊണ്ടാണ്. അതാണ് കേരളത്തിന്റെ മതനിരപേക്ഷ നിലപാട്. വെള്ളം ചേർത്തിട്ടില്ല. ന്യൂനപക്ഷ ഭൂരിപക്ഷ വർഗീയത എന്ന് കേൾക്കുമ്പോൾ മുട്ട് വെച്ചിട്ടില്ല, ശിരസ് കുനിക്കത്തില്ല, നട്ടല് വളയത്തില്ല, വിനീത വിധേയരാകത്തില്ല, മതനിരപേക്ഷതയെ ഒറ്റുകൊടുക്കില്ല. പ്രത്യേകത എന്താണ്? ആ നിലപാട് ഇന്ത്യയിൽ എത്ര ആളുകൾക്ക് അവശേഷിക്കുന്നു എന്നുള്ളതാണ്. CPIM-നെ സംബന്ധിച്ച് പറയുമ്പോഴോ പല ആളുകളും പരിഹാസത്തോടുകൂടെ പറയും, നിങ്ങൾക്ക് എന്താണ് അത്ര സ്വാധീനമുള്ളത്? ഊടാടിയും കോഴിക്കോടും കേരളവും പിന്നിട്ടാൽ ഇന്ത്യയിൽ RSS-നെ പരാജയപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയുമോ? പരിഹാസത്തോടുകൂടെ ചോദിക്കുന്നവരുണ്ട്. പ്രത്യേകത എന്താ? നമ്മൾ കണ്ടു, വർഗീയത എന്ന് കേൾക്കുമ്പോൾ എത്ര പേർ മുട്ടിലെറിയുന്നു, എത്ര പേർ കുനിഞ്ഞു നിൽക്കുന്നു, എത്ര പേരുടെ നട്ടല് വളയുന്നു, എത്ര പേരുടെ ചലനമില്ലാതാകുന്നു, എത്ര പേർ നിശബ്ദരായി നിർനിമേഷരായി മാറുന്നു. കേരളം ആഴ്ചകൾക്ക് പുറകിലായിരുന്നല്ലോ 5 സംസ്ഥാനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ്, പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് തൊട്ട് പുറകിലായിരുന്നു. ഇതേപോലെ 2019 തെരഞ്ഞെടുപ്പ് ഛത്തീസ്ഗഡിലും രാജസ്ഥാനിലും മിസോറാമിലും ആന്ധ്രയിലും മധ്യപ്രദേശിലും 5 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടന്നു. 2019 തെരഞ്ഞെടുപ്പ് ചിത്രം എന്താണ്? 5-ൽ 3-ലും വിജയിച്ചത് കോൺഗ്രസാണ്. നമ്മളതിന് ആശ്വാസം കൊണ്ടവരാണ്. സംഘപരിവാരം പരാജയപ്പെട്ടു. പരിമിതികളോടുകൂടെയെങ്കിലും RSS-ന്റെ പരാജയത്തെ, വർഗീയതയുടെ പരാജയത്തെ ആശ്വാസജനകമായ അന്തരീക്ഷത്തോടുകൂടെ സ്വീകരിച്ചവരാണ് ഇന്ത്യയിലെ ഇടതുപക്ഷം, കമ്മ്യൂണിസ്റ്റുകാർ. പ്രത്യേകത എന്താണ്? 2024-ലേക്ക് വന്നു. തെരഞ്ഞെടുപ്പ് ആവർത്തിക്കപ്പെട്ടപ്പോഴോ തെരഞ്ഞെടുപ്പ് ഒരു ദൃഷ്ടാന്തമാണ് ഇന്ത്യൻ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ചിന്തിക്കുന്ന മുഴുവൻ ആളുകൾക്ക് മുമ്പിൽ. എന്താണ് നമ്മൾ കണ്ടത്? ഒറ്റ ഉദാഹരണം എടുത്താൽ മതി. മധ്യപ്രദേശ് ഇന്ത്യൻ ഹിന്ദി ഹൃദയഭൂമിയുടെ കേന്ദ്രമാണ് MP. എന്താണ് പ്രത്യേകത? കോടാനുകോടി വരുന്ന ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുന്നു. അതിന് തൊട്ട് തലേ ദിവസം നിയുക്ത മുഖ്യമന്ത്രിയെ കോൺഗ്രസ് അവതരിപ്പിച്ച നേതാവ് കമൽനാഥാണ്. കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വധാരയുടെ പ്രതീകമാണ്. തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് പ്രസിദ്ധീകരിച്ച അഭിമുഖമുണ്ട് കമൽനാഥിന്റേത്. അഭിമുഖത്തിന്റെ തലവാചകം എന്താണ്? മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന അഭിമുഖത്തെ പത്രത്തിന്റെ താളിലേക്ക് ഇന്ത്യൻ എക്സ്പ്രസിന്റെ മാധ്യമ സംഘം പരിമപ്പെടുത്തിയപ്പോൾ അദ്ദേഹം നടത്തിയ ഏറ്റവും ശ്രദ്ധേയമായ പ്രതികരണമാണ് അഭിമുഖത്തിന്റെ ലീഡ് വാർത്തയാക്കിയത്. എന്തായിരുന്നു അഭിമുഖത്തിന്റെ ലീഡ് വാചകം? രാജീവ് ഓപ്പൺ നോക്സ് അറ്റ് ബാബറി, ലെറ്റ്സ് നോട്ട് ഫോർഗെറ്റ് ഹിസ്റ്ററി എന്നുള്ളതാണ്. ലളിതമായ മലയാളത്തിൽ വിവർത്തനം ചെയ്താൽ പള്ളി പൊളിക്കാൻ താഴ് തുറന്നു നൽകിയത് ഞങ്ങളുടെ നേതാവായ രാജീവാണ്, നീ ഒന്നും ആ ചരിത്രം മറക്കാൻ പാടില്ല എന്ന് പറയുകയാണ്. ഇത് ഓൾ ഇന്ത്യ റേഡിയോയുടെ കാലമായിരുന്നെങ്കിലോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇന്നത്തെ ഇതുപോലെ സാമൂഹ്യ മാധ്യമങ്ങളൊന്നുമില്ല, ദൃശ്യമാധ്യമങ്ങളില്ല, റേഡിയോ മാത്രമാണ്, ശ്രവ്യ ശബ്ദ സംവിധാനം മാത്രമാണെന്ന് കരുതുക. ഒരു ആരാധനാലയം, അത് മോസ്കാവട്ടെ, പള്ളിയാവട്ടെ, ക്ഷേത്രമാവട്ടെ, ഒരു ആരാധനാലയം തകർക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ആരായിരിക്കും? ലക്ഷണമൊത്ത തീവ്രവാദിയാണ്. അവന് മതവിശ്വാസവുമായി ബന്ധമില്ല. ലക്ഷണമൊത്ത ഭീകരവാദിയാണ്.
അപ്പോൾ എന്താ പറയുന്നത്? നമ്മൾ സങ്കല്പിക്കുക, 2024 തെരഞ്ഞെടുപ്പിന്റെ തലേന്ന് നമ്മൾ വോട്ട് ചെയ്യാൻ തയ്യാറെടുക്കുമ്പോൾ റേഡിയോയിലൂടെ ശബ്ദം കേൾക്കുന്നു. എന്താ കേൾക്കുന്ന ശബ്ദം? കേൾക്കുന്ന ശബ്ദം ഇതാണ്: പള്ളി പൊളിക്കാൻ താഴ് തുറന്നു നൽകിയത് ഞങ്ങളുടെ നേതാവായ രാജീവാണ്, നീയൊന്നും ആ ചരിത്രം മറക്കാൻ പാടില്ല. ഈ വാചകം പറയുന്ന മനുഷ്യൻ നിർബന്ധമായും കോൺഗ്രസും ലീഗൊന്നും ആയിരിക്കില്ല. ഇവൻ ലക്ഷണമൊത്ത തീവ്രവാദിയായിരിക്കും, ഇവൻ ലക്ഷണമൊത്ത സംഘപരിവാരമായിരിക്കും. ഇതല്ലേ നമ്മൾ കരുതുക. 2024 പ്രത്യേകത എന്താണ്? ദൃശ്യശ്രാവ്യ മാധ്യമങ്ങൾ വന്നു എന്ന് മാത്രമല്ല, ആധുനിക നവസാങ്കേതിക മാധ്യമങ്ങളുടെ വികാസ വിസ്ഫോടനങ്ങൾ അഭൂതപൂർണമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. കമൽനാഥ് പറഞ്ഞാൽ തൊട്ടടുത്ത നിമിഷം പറയുന്നത് എന്ത് എന്നുള്ളതിന്റെ തത്സമയ സംപ്രേഷണം ലോകത്തിന്റെ ഏത് വൻകരകളിലും ഏത് ഭൂഖണ്ഡങ്ങളിലും ഒരേപോലെ ലഭ്യമായിരിക്കും. നമ്മൾ നോക്കുമ്പോൾ എന്താണ്? 2024 RSSന്റെ നേതാവല്ല, പള്ളി പൊളിച്ചതിന്റെ ഭാഗമായി ഭാരതരത്ന കിട്ടാൻ പോകുന്ന ലാൽകൃഷ്ണ അദ്വാനി അല്ല, നമ്മുടെ ഇന്ത്യയിലെ കോൺഗ്രസിന്റെ നേതാവാണ്. തെരഞ്ഞെടുപ്പിന് ഒരേ ദിവസം വോട്ട് ലഭിച്ച നാളെ മുഖ്യമന്ത്രിയാണ്. നിയുക്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ അവതരിപ്പിച്ച മാനിയാണ് പറയുന്നത്, പള്ളി പൊളിക്കാൻ താഴ് തുറന്നു നൽകിയത് ഞങ്ങളുടെ നേതാവായ രാജീവാണ്, അതുകൊണ്ട് നീയൊന്നും ആ ചരിത്രം മറക്കാൻ പാടില്ല. ഇതായിരുന്നു പ്രഭാഷണം. കേരളത്തിലെ കോൺഗ്രസ് പ്രതികരിച്ചോ? മുസ്ലിം ലീഗ് പ്രതികരിച്ചോ? ഇന്നലെ പ്രസംഗിച്ച തങ്ങൾ കുടുംബത്തിലെ ആദരണീയനായ നേതാവ് ഈ പറയുന്നത് മര്യാദയല്ല, പൊളിച്ചത് ക്ഷേത്രമോ പള്ളിയോ മോസ്കോ ആരുമാവട്ടെ, അത് തകർക്കപ്പെടാൻ പാടില്ല എന്നുള്ളത് മതവിശ്വാസികളുടെ മാത്രം പ്രശ്നമല്ല, മതമുള്ളവരുടെയും ഇല്ലാത്തവരുടെയും പ്രശ്നമാണ്. ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ പ്രശ്നമല്ല, എല്ലാ മതവിഭാഗങ്ങളും പെട്ടവരുടെയും പ്രശ്നമാണ്. അതല്ലേ നമ്മുടെ നാട് സ്വീകരിച്ച നിലപാട്. പക്ഷെ ഇപ്പോഴോ നമ്മൾ ഒത്തുചേരുന്ന സമയത്ത് കോൺഗ്രസിന്റെ ദേശീയ നേതാവ് പറയുന്നു, അവകാശവാദം ഞങ്ങളാണ്, ഇത് പൊളിക്കാൻ അടിത്തറയും മേൽക്കുറയും വേണ്ടത് ഞങ്ങളാണ്. ഇതുമായിട്ടാണ് മധ്യപ്രദേശ് തെരഞ്ഞെടുപ്പ് എഴുതിയിരിക്കുന്നത്. ഞാൻ മറ്റു വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നില്ല. ഇപ്പൊ മൾട്ടി ഡൈമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് സമീപത്ത് പ്രസിദ്ധീകരിക്കപ്പെട്ടു. ബഹുമുഖ ദാരിദ്ര്യ സൂചിക എത്രയാണ്? മധ്യപ്രദേശിന്റെ ദാരിദ്ര്യ നിരക്ക് 26% മാറ്റമാണ്. അതായത് മധ്യപ്രദേശിലാണ് ഈ അനുസ്മരണ യോഗം നടക്കുന്നതെങ്കിൽ 126 പരമദാരിദ്ര്യത്തിന്റെ പടുകുഴിയിൽ കഴിയേണ്ടവരാണ്. 3 നേരം ഭക്ഷണം എന്ന് പറയുന്നത് അവനെ സംബന്ധിച്ചിടത്തോളം അയാഥാർത്ഥ്യമായ ഒരു അനുഭവമാണ്, ആലങ്കാരികമായ ഒരു ദിവാസ്വപ്നം മാത്രമാണ്. ആ ജനങ്ങളുടെ ഒരു നാട്ടിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴാണ് പറയുന്നത്, ആരാധനാലയം പൊളിക്കുവാൻ അടിത്തറ മാന്തിയത് ഞങ്ങളുടെ കോൺഗ്രസിന്റെ നേതാവാണ്, അത് ഓർത്തിട്ട് വേണം വോട്ട് ചെയ്യാനെന്ന് പറഞ്ഞു. അത് അറിഞ്ഞു തന്നെ ജനങ്ങൾ വോട്ട് ചെയ്തു. എന്തായിരുന്നു പ്രത്യേകത? അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് റാലി ഉണ്ടായിരുന്നു ഏറ്റവും ഒടുവിൽ. അപ്പോൾ തെരഞ്ഞെടുപ്പ് പത്രികയിലെ വാഗ്ദാനങ്ങൾ ഓരോന്നൊക്കെ പ്രസിദ്ധീകരിക്കുന്നു. എന്താ വാഗ്ദാനം? ഒന്നാമത്തെ വാഗ്ദാനം, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹനുമാൻ പ്രതിമ എന്ന മണ്ഡലത്തിലാണ്, അതുകൊണ്ട് എന്ത് ചെയ്യണോ, എല്ലാവരും വന്ന് എനിക്ക് വോട്ട് ചെയ്തോ. രണ്ടാമത്തെ വാഗ്ദാനം എന്താണ്? ശ്രീലങ്കയിലെ സീതാമ്മ ക്ഷേത്രത്തിന്റെ നവീകരണത്തിന് 8 കോടി രൂപ. ഇതാണ് രണ്ടാമത്തെ വാഗ്ദാനം. മൂന്നാമത്തെ വാഗ്ദാനം എന്താണ്? ഇതിഹാസങ്ങളിലെ കാനനപാത എന്ന് കരുതപ്പെടുന്ന പാതയുടെ നവീകരണത്തിന് 16 കോടി രൂപ. ഇതാണ് വാഗ്ദാനം. നാലാമത്തേത് എന്താണ്? എല്ലാ മണ്ഡലങ്ങളിലും ഗോശാല, പശു സംരക്ഷണശാല നിങ്ങൾ കാണേണ്ടതുണ്ട്. കേരളത്തിൽ ഇടതുപക്ഷ രാഷ്ട്രീയം തുടച്ചു നീക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന, എന്നാൽ കേരളം മതനിരപേക്ഷമായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കോൺഗ്രസുകാരുണ്ടോ? ലീഗുകാരുണ്ടോ? ഇതൊന്നുമല്ലാത്തവരുണ്ടോ? CPM വിരുദ്ധരും മതനിരപേക്ഷ ചേരിയിൽ നിൽക്കുന്നവരായതുണ്ടോ? നിങ്ങൾ കണ്ണുറന്നു കേൾക്കേണ്ടതാണ് ഈ തെരഞ്ഞെടുപ്പ് പത്രിക വാഗ്ദാനങ്ങൾ. ഇത് BJPയുടെ തെരഞ്ഞെടുപ്പ് പത്രികയല്ല, വർഗീയ രാഷ്ട്രീയത്തിന്റെ തെരഞ്ഞെടുപ്പ് പത്രികയല്ല. നമ്മൾ ഒത്തുചേരുന്നതിന് ദിവസങ്ങൾക്ക് പുറകിൽ കോടാനുകോടി വരുന്ന ജനത വോട്ട് ചെയ്യാൻ പോകുന്നതിന് തടയുന്നാൽ ഇന്ത്യൻ ഹിന്ദു ഭൂമിയുടെ പരിച്ഛേദമായ മധ്യപ്രദേശിൽ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമാണ് 26% ജനങ്ങൾ പട്ടിണിയുടെ പടുകുഴിയിൽ കഴിയേണ്ടവരുടെ ഒരു സംസ്ഥാനത്തെ നോക്കി പറയുന്നു, ഏറ്റവും വലിയ ഹനുമാൻ പ്രതിമ, എല്ലാ മണ്ഡലങ്ങളിലും ഗോശാല, അയലത്തെ രാജ്യത്തെ അമ്പലത്തിന്റെ നവീകരണത്തിന് 8 കോടി, കാനനപാതയുടെ നവീകരണത്തിന് 16 കോടി. ഇത് കേൾക്കുന്ന കേരളത്തിലെ ഏതു സാധാരണക്കാരനും CPM ആവേണ്ടതില്ല. സാധാരണക്കാരൻ എന്ത് ധരിക്കും? ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അമ്പല കമ്മിറ്റിയിലേക്കാണോ അതോ സംസ്ഥാന നിയമസഭയിലേക്കാണോ? നമ്മൾ ന്യായമായി സംശയിക്കില്ലേ? പ്രത്യേകത എന്താ? കേരളത്തിൽ വന്ന് നോക്ക്,
കോവിഡിന്റെ കാലം, പട്ടിണിയുടെയും പ്രതിസന്ധിയുടെയും കാലം കേരളം എങ്ങനെയാണ് അതിജീവിച്ചത്? അഭിമാനത്തോടുകൂടെ നന്ദിയിൽ നിന്നുകൊണ്ട് ഇന്ത്യയോട് വിളിച്ചു പറയാൻ കഴിയും. എവിടെ? ഉയർന്നു നിൽക്കുന്ന ശിരസിന്റെ അഭിമാന ബോധത്തോടുകൂടെ. രവീന്ദ്രനാഥ് ഒരു കവിത എഴുതുന്നുണ്ട്, where the head is held high and the mind is without fear. എവിടെ ശിരസ് എവിടെ മനസ്സ് നിർഭയമായിരിക്കുന്നോ, എവിടെ ശിരസ് ഉന്നതമായിരിക്കുന്നോ, ആ സ്വാതന്ത്ര്യത്തിന്റെ പരമകോടിയിലേക്ക് എന്റെ രാഷ്ട്രത്തെ നയിക്കണമേ എന്ന് പാടിയത് ടാഗോറാണ്. ടാഗോറിന്റെ വാചകങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് പോലെ കുനിഞ്ഞു നിൽക്കുന്ന ശിരസോട് കൂടിയിട്ടല്ല, ഉയർന്നു നിൽക്കുന്ന ശിരസിന്റെ കരുത്തോടുകൂടെ നിർഭയമായ മനസ്സോടുകൂടെ കേരളത്തിലെ അവസാനത്തെ ഇടതുപക്ഷക്കാരനും ഇവിടെ നിന്നുകൊണ്ട് ലോകത്തോട് ഇന്ത്യയോട് വിളിച്ചു പറയാം, ഇന്ത്യയെമ്പാടും പട്ടിണിയെ അഭിസംബോധന ചെയ്യേണ്ടവന്ന ഇരുണ്ട കാലയളവിൽ ഇന്ത്യയിൽ ഒരേ ഒരു സംസ്ഥാനമേ ഉള്ളൂ. ഗോശാലകളെ കുറിച്ചല്ല കേരളത്തിന്റെ ആദരണീയനായ മുഖ്യമന്ത്രി പറഞ്ഞത് എല്ലാ പഞ്ചായത്തിലും പശു സംരക്ഷണ ശാലകൾ ഉണ്ടാക്കണമെന്നുള്ളതല്ല, അവസാനത്തെ മനുഷ്യന്റെയും പട്ടിണിയെ റദ്ദു ചെയ്യാൻ കഴിയുന്ന ജനകീയ കോട്ടകളാൽ സമൃദ്ധമാക്കപ്പെട്ട ഒരു കേരളം നമ്മൾ അഭിമാനത്തോടുകൂടെ ഇന്ത്യയോട് പറയും. ആ ഇന്ത്യയിൽ നിന്നുകൊണ്ടാണ് കേരളം മനുഷ്യരുടെ പട്ടിണിയെ, ദാരിദ്ര്യത്തെ, വിശപ്പിനെ പരിഹരിക്കാൻ തയ്യാറാകുമ്പോഴാണ് നമ്മൾ കാണേണ്ടത് 26% പട്ടിണിയും ദാരിദ്ര്യമുള്ള ഒരു സംസ്ഥാനത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ പറയുന്നു, കാനനപാതയുടെ നവീകരണത്തിന് 16 കോടി, ഏറ്റവും വലിയ പ്രതിമ, എല്ലാ മണ്ഡലങ്ങളിലും ഗോശാല, അയലത്തെ ആരാധനാലയത്തിന്റെ നവീകരണത്തിന് 8 കോടി. നോക്കുമ്പോഴൊന്നുണ്ട് ജനങ്ങൾക്ക് മുമ്പിൽ ചോയ്സ് ഉണ്ടായിരുന്നില്ല. ഒന്ന് BJP എന്ന തീവ്രവർഗീയത, മറ്റതോ മതനിരപേക്ഷതയില്ല വർഗീയതയ്ക്ക് പകരം, മറ്റത് മൃദുവർഗീയത. മൃദുവർഗീയതയും തീവ്രവർഗീയതയും ഏറ്റുമുട്ടിയപ്പോൾ തെറ്റിദ്ധരിക്കപ്പെടേണ്ട വന്ന ജനങ്ങൾ സംഘപരിവാരത്തിന്റെ ചുവട്ടിൽ വോട്ട് ചാർത്തി. അതാണ് നമ്മൾ കണ്ടത്. ഛത്തീസ്ഗഡിലും രാജസ്ഥാനിലും മധ്യപ്രദേശിലും കോൺഗ്രസ് തകർന്നടിച്ചു. അതിൽ നമ്മൾ ആശ്വാസം കൊണ്ടവരല്ല, അതിൽ നമ്മൾ ആഘാതിച്ചവരുമല്ല. ആശങ്കയോടുകൂടിയാണ് ആ തെരഞ്ഞെടുപ്പ് വിധിയെ നമ്മൾ നോക്കിക്കണ്ടത്. പക്ഷെ പ്രത്യേകത എന്താണ്? ലക്ഷണമൊത്ത മതനിരപേക്ഷ നിലപാട് സ്വീകരിക്കേണ്ടിയിരുന്നു. അവർ എല്ലാവരും വർഗീയത എന്ന് കേൾക്കുമ്പോൾ ആ നിലപാട് പണയം വെച്ചു, അതിനെ വിട്ടുത വെച്ചു, അതിനെ ഒറ്റുകൊടുത്തു. ആ അനുഭവങ്ങൾക്കാണ് ഇന്ത്യ സാക്ഷ്യം വഹിക്കുന്നത്. ഈ അനുഭവങ്ങളുടെ ചുവട്ടിൽ നിന്നുകൊണ്ട് വേണം ഇന്ത്യൻ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ നമ്മൾ നോക്കിക്കാണാൻ. ഇടതുപക്ഷത്തിന് എന്ത് പങ്ക് എന്നുള്ളതല്ലേ ജനുവരി 22 തന്നെയാണ് അതിന്റെ മറുപടി എന്ന് പറയുന്നത്. നമ്മുടെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയെ ക്ഷണിക്കുവാൻ ഇതിന്റെ നേതൃത്വമാകെ ഡൽഹിയിൽ ഭായ് വീർ സിംഗ് മാർഗിന് സമീപമുള്ള AKG ഭവനിലേക്ക് എത്തി. ക്ഷണക്കത്ത് നൽകി. ചായ കുടിക്കാൻ നമ്മൾ ആവശ്യപ്പെട്ടു. അവർ നിരസിച്ചു. ക്ഷണക്കത്ത് നൽകി അവർ മടങ്ങി. നമ്മളുടെ പാർട്ടികളുടെ 100 കണക്കിന് വരുന്ന ബ്രാഞ്ച് കമ്മിറ്റികൾ ചേർന്ന് നിലപാട് സ്വീകരിക്കാൻ നിന്നില്ല. ഇന്ത്യയിൽ എല്ലാ പാർട്ടികളുടെയും ദേശീയ നേതൃത്വത്തിന് ക്ഷണം ലഭിച്ചു. നിങ്ങൾ കണ്ടോ? ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഇന്ത്യൻ നേതൃത്വം ക്ഷണം കത്ത് ലഭിച്ച് കുറച്ച് മണിക്കൂറുകൾ പിന്നിടുന്നതിന് മുമ്പ് അർത്ഥസംഖ്യകൾക്കിടയില്ലാത്തവണ്ണം ഞങ്ങളുടെ നിലപാട് ഇതാണ് എന്ന് വിളിച്ചു പറഞ്ഞ ഇന്ത്യയിലെ ഒരേ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം മാത്രമേ ഉള്ളൂ. ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പേരാണ് CPIM. അതിന്റെ പേരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്. എന്തുകൊണ്ടാണ്? തൽക്കാലം ഞങ്ങൾ അങ്ങോട്ടേക്കില്ല. ആ നിലപാട് CPIM പറഞ്ഞു. നമ്മുടെ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി നിലപാട് സ്വീകരിച്ചു. അദ്ദേഹം വിളംബരം ചെയ്തു. പ്രത്യേകത എന്താണ്? അപ്പോഴും കോൺഗ്രസിന്റെ നേതൃത്വമായ ആരെതിർത്താലും ഞങ്ങൾ പോകും. ഇത് പറഞ്ഞ ദിഗ്വിജയ് സിംഗ്. ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി പറയുന്നു, ഏത് ഹൈക്കമാൻഡ് പറഞ്ഞാലും ഞാനവിടെ പോകും എന്ന് പറയുന്നു. കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ചോദിച്ചപ്പോഴോ എനിക്കതിനെ സംബന്ധിച്ച് അറിയില്ല എന്നതാണ് പറഞ്ഞത്. അദ്ദേഹം ഈ നാട്ടുകാരനല്ല, അദ്ദേഹം ആഫ്രിക്കയിലെ പ്രതിപക്ഷ നേതാവാണ്. ഇന്ത്യയിൽ പ്രതിഷ്ഠാപന ചടങ്ങും അതിൽ കോൺഗ്രസ് പങ്കെടുക്കാൻ ദേശീയ നേതാക്കന്മാർ മത്സരിക്കുന്നതൊന്നും കേരളത്തിലെ പാവം പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടില്ല. KPCC പ്രസിഡന്റ് നമ്മുടെ ഭാഗ്യമെന്ന് നിങ്ങൾ കരുതിയാൽ മതി. കേരളത്തിലെ അന്തസ്സുള്ള മാധ്യമ പ്രവർത്തകരും പോയിട്ട് അങ്ങ് എങ്ങനെയാണ് അങ്ങോട്ടേക്കുണ്ടോ എന്ന് ചോദിച്ചില്ല. കാരണം എന്താണ്? അദ്ദേഹം പറഞ്ഞു കളയും, ഞാൻ അതിന് കാവൽ നിൽക്കും CPIM സംരക്ഷിക്കാൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് പ്രസിഡന്റിനോട് എന്തായാലും നമ്മുടെ ഭാഗ്യം ആ നിലപാട് ചോദിക്കാൻ കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ പോയിട്ടില്ല. ഇതാണ് കോൺഗ്രസിന്റെ അനുഭവം. പക്ഷെ പ്രത്യേകത എന്താണ്? കേരളം ഉയർത്തിയ മതനിരപേക്ഷപൂർണമായ ഒരു സമ്മർദ്ദമുണ്ട്. അങ്ങോട്ടേക്ക് പോകുന്നതിനെ സംബന്ധിച്ച് കേരളം സ്വീകരിച്ച ഒരു നിലപാടുണ്ട്. ആ നിലപാടിലേക്ക് ആർക്ക് വരേണ്ട വന്നു? കോൺഗ്രസിന് മാത്രമല്ല, ഇന്ത്യ കൂട്ടായ്മയിലെ എല്ലാ കക്ഷികൾക്കും, എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും
അതിൽ നിതീഷ് കുമാർ ഉണ്ടായിരുന്നു, അതിൽ ആം ആദ്മി പാർട്ടി ഉണ്ടായിരുന്നു, അതിൽ ദ്രാവിഡ മുന്നേറ്റ കഴകം ഉണ്ടായിരുന്നു, അതിൽ ജാർഖണ്ഡിലെ സ്വാതന്ത്ര്യ പാർട്ടി ഉണ്ടായിരുന്നു. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾ സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയ ചേരിയിൽ നിലയുറപ്പിച്ച അനേക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ കൂട്ടായ്മയാണ് ഇന്ത്യ മുന്നണി. ആ മുന്നണിയിൽ നിന്നുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടേക്കില്ല എന്ന അചഞ്ചലമായ ഇന്ത്യൻ മതനിരപേക്ഷ രാഷ്ട്രീയത്തിന്റെ കൊടിക്കൂർ ഉയർത്തിപ്പിടിച്ച നിലപാട് സ്വീകരിച്ചത് CPIM ആണ്. ആ നിലപാട് സ്വീകരിച്ചപ്പെടുന്നുണ്ടായി കേരളത്തിൽ ഇന്ത്യയിൽ 2 സീറ്റ് കോൺഗ്രസിന് അവശേഷിക്കുന്ന കേരളത്തിലേക്ക് അവിടെ വലിയ ഇഷ്ടിക കൊടുത്തയച്ചിട്ട് കേരളത്തിൽ വന്നാൽ എന്തായിരിക്കുമെന്ന് ഭയമുണ്ടായി. അപ്പോഴോ CPIMന്റെ നിലപാടുദാരിയുടെ പുറകിലേക്ക് വന്നു കോൺഗ്രസ് മാത്രമാണ് വന്നത്. ആ മുന്നണി കൂട്ടായ്മയിലെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഇന്ത്യയിൽ CPIM സ്വീകരിച്ച നിലപാട് സ്വീകരിക്കേണ്ടതായി വന്നു. എന്തുകൊണ്ടാണ്? മതനിരപേക്ഷപൂർണമായ ഒരു സമ്മർദ്ദം ഈ രാഷ്ട്രത്തിന് മുമ്പിൽ തീർക്കാൻ നമ്മുടെ നാടിന് കഴിഞ്ഞു, CPIMന് കഴിഞ്ഞു. ആ നിലപാടുദാരയിലേക്ക് വൈമനസ്യത്തോടുകൂടെ അനിഷ്ടത്തോടുകൂടെ നമ്മുടെ നാട്ടിലെ കോൺഗ്രസിന് മാർച്ച് ചെയ്യേണ്ടതായി വന്നു. അതാണ് നമ്മൾ കണ്ടത്. ഇവിടെയാണ് പ്രത്യേകത. എന്തുകൊണ്ട് കോഴിക്കോടും വടകരയിൽ നിന്നും ഇടതുപക്ഷത്തിന് MP തിരഞ്ഞെടുക്കപ്പെടണം? എന്തുകൊണ്ടാണ് നമ്മൾ പറയുന്നത്? അത് ഇവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മാത്രമല്ല. നിങ്ങൾ കണ്ടു, ഇന്ത്യ മുന്നണിയുടെ കൂട്ടായ്മയുടെ ഭാഗമായി ഏത് പാർട്ടിയിൽ നിന്നും ഒരു MP തിരഞ്ഞെടുക്കപ്പെട്ടാൽ അയാൾ നാളെ RSS ആകാതിരിക്കണോ? സംഘപരിവാരത്തിന് വില കൊടുത്ത് വാങ്ങാൻ കഴിയാത്ത ഒരു ജനപ്രതിനിധി ഇന്ത്യൻ മതനിരപേക്ഷ രാഷ്ട്രീയത്തിൽ ഉണ്ടാവേണ്ടതുണ്ടോ? കേരളത്തിൽ നിന്ന് ഇടതുപക്ഷം തിരഞ്ഞെടുക്കപ്പെടേണ്ടതുണ്ട്. അതാണ് പ്രത്യേകത. ഇന്ത്യയിൽ മറ്റു ഭാഗങ്ങളിൽ നിന്ന് കോൺഗ്രസിന് MP തിരഞ്ഞെടുക്കപ്പെട്ടാൽ അയാൾ RSS ആകാതിരിക്കണമെങ്കിൽ കോഴിക്കോടും വടകരയും കേരളവും ഇടതുപക്ഷത്തിന്റെ പ്രതിനിധികളെ വിജയിപ്പിച്ചയക്കണം. എന്തുകൊണ്ടാണ്? ഒന്ന് UPയുടെ ഘട്ടത്തിൽ കണ്ടതാ, കോൺഗ്രസിനെ വിലക്കെടുക്കണം RSSന് കഴിയില്ല എന്താണോ? അല്ല. പക്ഷെ എന്താ, 1-2 കോൺഗ്രസുകാരെ വിലക്കെടുത്താലും ഒരു തുലാഭാരത്തിനും താഴ്ത്താൻ കഴിയാത്ത 64 ഇടതുപക്ഷത്തിന്റെ MP-മാർ RSSനെ പരാജയപ്പെടുത്താൻ കോൺഗ്രസിന് കൈകൊടുക്കാൻ തയ്യാറായി നിൽക്കുന്നു. അതുകൊണ്ട് എന്ത് വേണ്ടി? കോൺഗ്രസുകാർ RSS ആയില്ല. അതിന്റെ ഗ്യാരണ്ടി എന്താണ്? കോൺഗ്രസ് അല്ല ഗ്യാരണ്ടി, കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട 18 MP-മാരായിരുന്നു ഗ്യാരണ്ടി. കാരണം എന്താണ്? ഇത് പണം കെട്ടിയാൽ പോകുന്ന കൂട്ടരല്ല, ഇത് ക്യാബിനറ്റ് പദവി കാണിച്ചാൽ പോകുന്ന കൂട്ടരല്ല. ആടിനെ പച്ചില കാണിക്കുന്നത് പോലെ ക്യാബിനറ്റ് റാങ്ക് പദവിയും EDയുടെ കേസും CBIയുടെ അന്വേഷണവും NIയുടെ വിരട്ടലും അതേപോലെ പണവും കണ്ടാൽ പോകുന്ന കോൺഗ്രസുകാരെ പോലെ കേരളത്തിലെ ഇന്ത്യയിലെ ഇടതുപക്ഷം പോകില്ല. ആ ഗ്യാരണ്ടിയുടെ പുറത്താണ് UP രൂപീകരിക്കപ്പെട്ടത്. അത് തന്നെയാണ് 2024. എന്തുകൊണ്ട് ഇവിടെ നിന്നുള്ള CPIMന്റെ അംഗം, ഇടതുപക്ഷത്തിന്റെ ഒരു പ്രതിനിധി നമ്മുടെ പാർലമെന്റിലേക്ക് പോകണം? ഇന്ത്യൻ മതനിരപേക്ഷത റദ്ദു ചെയ്യപ്പെടാതിരിക്കണോ? നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു LDFന്റെ അംഗം തിരഞ്ഞെടുക്കപ്പെടേണ്ടതായിട്ടുണ്ട്. അതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അവിടെയാണ് നമ്മുടെ പാർട്ടി സ്വീകരിച്ച നിലപാട് അറിയിലേക്ക് നിശ്ചയദാർഢ്യത്തോടുകൂടെയുള്ള ആശയത്തിലേക്ക് മെല്ലെങ്കിലും കടന്നു വരേണ്ടതായി വന്നു. കേരളത്തിൽ സമസ്ത CPIMനെ പിന്തുണയ്ക്കുന്ന പ്രസ്ഥാനമൊന്നുമല്ല. സമസ്തയുടെ മുഖപത്രം എന്ന സുപ്രഭാതമാണ്. എന്താ സുപ്രഭാതത്തിന്റെ എഡിറ്റോറിയൽ? സുപ്രഭാതത്തിന്റെ എഡിറ്റോറിയൽ നമ്മുടെ ആരാക്കന്മാരെ എഴുതിയല്ലോ. പല കാലയളവിലും മുസ്ലിം ലീഗിനെ അകമഴിഞ്ഞ് സഹായിച്ചിട്ടുള്ള സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതം അർത്ഥസംഖ്യകൾക്കിടയില്ലാത്തവണ്ണം ഇന്ത്യൻ മതനിരപേക്ഷതയോട് ഒരു ചോദ്യം ചോദിച്ചു. പള്ളി പൊളിച്ച മണ്ണിൽ കാല് കുത്തില്ല എന്ന് നിലപാട് സ്വീകരിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി സഖാവ് സീതാറാം യെച്ചൂരിയുടെ ആർജവം, ആ ആർജവത്തെ സ്വീകരിക്കാനുള്ള കരുത്ത് ഇന്ത്യയിലെ കോൺഗ്രസിനും സോണിയാഗാന്ധിക്കും ഉണ്ടാകുമോ? ചോദിച്ചത് ദേശാഭിമാനിയല്ല, ചോദിച്ചത് സുപ്രഭാതമാണ്. ചോദിക്കാൻ അടിത്തറയും മേൽക്കുരയും ഉള്ളത് ആരാണ്? നമ്മളുടെ പാർട്ടിയാണ്, ഇന്ത്യയിലെ CPIM ആണ്. നിങ്ങൾ ഇന്ത്യ കേരളത്തിനപ്പുറം ശേഷിയില്ല എന്ന് കോൺഗ്രസും ലീഗും പരിഹസിച്ച അതേ CPIM എന്ന നിലപാടിനെ ചൂണ്ടിക്കാട്ടിയിട്ടാണ് ഇന്ത്യയിലെ കോൺഗ്രസിന് ഈ ആർജവം ഉണ്ടാകുമോ എന്ന് കേരളത്തിൽ നിന്ന് സുപ്രഭാതം ചോദിച്ചത്, കേരളത്തിൽ നിന്ന് സമസ്തയുടെ മുഖപത്രം ചോദിച്ചത്. എന്തുകൊണ്ട് ചോദിക്കാൻ കരുത്തുണ്ടായി? ആ കരുത്തിലേക്ക് ഇന്ത്യൻ മതനിരപേക്ഷവാദികളെ കൈപിടിച്ച് ആനയിച്ചത് ഇന്ത്യയിലെ ഇടതുപക്ഷമാണ്. അതിന്റെ മുഖമായ CPIM ആണ്. അതാണ് പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോഴോ ഈ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന മണ്ണായ കേരളത്തിന്റെ ജീവൻ നിൽക്കണം. അതിനുള്ള സമരം നടക്കുന്നു. എല്ലാ വിശ്വാസങ്ങളിലേക്കും പോകുന്നില്ല. ഫെബ്രുവരി മാസം 8 ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇവിടെ ആകെ പ്രസംഗ ബോർഡുകൾ കാണാം. നമ്മുടെ എല്ലാ പഞ്ചായത്ത്
നഗരസഭ മുനിസിപ്പൽ കേന്ദ്രങ്ങളിലും നമ്മുടെ നാട് സമരഭരിക്കാൻ പോവുകയാണ്. ഡൽഹിയിലേക്ക് കേരളത്തിന്റെ ക്യാബിനറ്റ്, മറ്റൊരർത്ഥത്തിൽ കേരളത്തിന്റെ പ്രതീകം ഡൽഹിയിൽ ജന്തർ മന്ദറിൽ സമരഭരിക്കാൻ വേണ്ടി പോകും. ഇത്രയും കാലം സമരഭരിക്കാൻ പോകുമ്പോൾ കോൺഗ്രസ് ഇല്ല, ലീഗ് ഇല്ല, ഞങ്ങൾ അങ്ങോട്ടേക്കില്ല. കാരണം നിങ്ങളാണ് കേരളം, പിന്നെ കേന്ദ്രമുള്ളൂ. ഇതായിരുന്നു ഫിനാൻഷ്യൽ മിസ്മാനേജ്മെന്റ്, ഇതായിരുന്നു ആരോപണം. അപ്പൊ നോക്കുമ്പോൾ എന്തുണ്ട്? നമ്മുടെ സമരം 8-ാം തീയതിയാണ്. 7-ാം തീയതി സമരം ചെയ്യാൻ ഒരു കൂട്ടർ ഇന്നലെ വിമാനിക്കുന്നു. ആരാ കയറിയത്? കർണാടകയിലെ കോൺഗ്രസ്. കാരണം എന്താ? നമ്മൾ 8-ാം തീയതി സമരം മാസങ്ങൾക്ക് മുമ്പ് തീരുമാനിച്ച് പയ്യോടിയിലും മൂടാടിയിലും സംഘാടക സഭയിലും പഞ്ചായത്ത് കേന്ദ്രങ്ങളിലെ സമരവും ഒക്കെ തീരുമാനിച്ച് മുൻകൂട്ടി തയ്യാറെടുക്കുകയാണ്. 8-ാം തീയതി കേരളം സമരം ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോ 7-ാം തീയതി സമരം ചെയ്യുമെന്നാണ് ഞങ്ങൾ പറഞ്ഞു കർണാടകയിലെ കോൺഗ്രസ്. കാരണം എന്താ? അവർക്ക് ഈ പ്രതിസന്ധിയുടെ ആഴം പലർക്കും ബോധ്യപ്പെട്ടു. കേരളത്തെക്കാൾ വലിയ വിഭവശേഷിയും സമാഹരണ ശക്തിയും ഉള്ള സംസ്ഥാനമാണ് കർണാടക. DK ശിവകുമാർ സംഘം എല്ലാവരും അങ്ങോട്ടേക്ക് വണ്ടി കയറി. ബുധനാഴ്ച സമരം, 7-ാം തീയതി സമരം. നമ്മുടെ പ്രതിപക്ഷം വന്നില്ല, അദ്ദേഹം അറിയുകയില്ല, KPCC പ്രസിഡന്റും അറിയില്ല. എന്നാണ് പ്രത്യേകത. കാരണം എന്താ? അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. DMK തമിഴ്നാട്ടിൽ നിന്ന് സമരം ചെയ്യാൻ വേണ്ടി പോകും. കേരളവും കർണാടകയും തമിഴ്നാടും വിവിധ ദിവസങ്ങളിൽ ഡൽഹിയിൽ യൂണിയൻ ഗവൺമെന്റിനെതിരെ സമരം ചെയ്യുന്നു. ആ സമരത്തിന്റെ മുദ്രാവാക്യം ഒന്നാണ്. തമിഴ്നാടിന്റെ സമരത്തിന്റെ മുദ്രാവാക്യം ഒന്നാണ്. കർണാടകയുടെ സമരത്തിന്റെ മുദ്രാവാക്യം ഒന്നാണ്. കേരളത്തിന്റെ സമരത്തിന്റെ മുദ്രാവാക്യം ഒന്നാണ്. പശ്ചിമ ബംഗാളിന്റെ സമരത്തിന്റെ മുദ്രാവാക്യം ഒന്നാണ്. എന്താണ് ആ മുദ്രാവാക്യം? ഇന്ത്യൻ യൂണിയന്റെ അടിമയല്ല ഇന്ത്യയുടെ സംസ്ഥാനങ്ങൾ, ഇന്ത്യൻ യൂണിയന്റെ അടിമയല്ല കേരളം, ഇന്ത്യൻ യൂണിയന്റെ അടിമയല്ല കർണാടക, ഇന്ത്യൻ യൂണിയന്റെ അടിമയല്ല തമിഴ്നാട്, ഇന്ത്യൻ യൂണിയന്റെ അടിമയല്ല പശ്ചിമ ബംഗാൾ. ഈ ലളിതമായ സമര മുദ്രാവാക്യമാണ്. അപ്പോഴോ അതിലേക്ക് നിങ്ങളുണ്ടോ? ഉണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് നീങ്ങാം. കാരണം എന്താ? ഇത് AKG സെന്ററിലേക്ക് അരി വാങ്ങിക്കുന്ന പ്രശ്നമല്ല. ഇത് നമ്മുടെ പഞ്ചായത്തിലെ വയോജനങ്ങളുടെയും വിധവകളുടെയും പെൻഷൻ തടഞ്ഞു വെക്കുന്നതിനെ സംബന്ധിച്ചുള്ള പ്രശ്നമാണ്. കേരളത്തിലെ നെൽകർഷകരുടെ വിഹിതം പിടിച്ചു വെക്കുന്നതിനെ സംബന്ധിച്ചുള്ള പ്രശ്നമാണ്. പയ്യോടിയിലും മൂടാടിയിലും ഹൈസ്കൂളുകളിലും ലോവർ പ്രൈമറി സ്കൂളുകളിലും കുട്ടികളുടെ ഉച്ചക്കഞ്ഞികൾ മണ്ണ് വാങ്ങിയിടുന്നതിനെ സംബന്ധിച്ചുള്ള പ്രശ്നമാണ്. നമ്മളുടെ നാട്ടിലെ അധ്യാപകരുടെ ശമ്പളം തടഞ്ഞു വെക്കുന്നതിനെ സംബന്ധിച്ചുള്ള പ്രശ്നമാണ്. പ്രളയകാലത്ത് കൊടുത്തയച്ച അരിയുടെ പണം കേരളത്തിൽ നിന്ന് പിടിച്ചു പറിച്ചു പോകുന്നതിനെ സംബന്ധിച്ചുള്ള പ്രശ്നമാണ്. ദേശീയപാതയ്ക്ക് സ്ഥലമേറ്റെടുക്കാൻ കേരളത്തോട് മാത്രം 25% 5671 കോടി രൂപ പിടിച്ചു പറിച്ചോട്ട് പോയതിനെ സംബന്ധിച്ചുള്ള പ്രശ്നമാണ്. കേരളത്തിൽ മാത്രം മെഡിക്കൽ കോളേജും റെയിൽ സോണും കോച്ച് ഫാക്ടറിയും എയിംസും കൊടുക്കാതിരിക്കുന്നതിനെ സംബന്ധിച്ചുള്ള പ്രശ്നമാണ്. അത് കേരളത്തിലെ CPM പ്രശ്നമല്ല, കേരളത്തിലെ ഇടതുപക്ഷ പ്രശ്നം മാത്രമല്ല, നമ്മുടെ നാട്ടിലെ എല്ലാ മനുഷ്യരുടെയും പ്രശ്നമാണ്. ആ പ്രശ്നത്തിന് മുമ്പിൽ നിങ്ങൾ ആരോടൊപ്പം? നിങ്ങൾ ഏത് ചേരിയിൽ? നിങ്ങളുടെ പക്ഷമേത? ഇതാണ് ചോദ്യം. അവിടെ 20 MPമാരെയും വിളിച്ചു മുഖ്യമന്ത്രി ഒപ്പിടാൻ പറഞ്ഞു. നമുക്ക് ഒരുമിച്ച് നിവേദനം കൊടുക്കാം. വീട് ഒപ്പത്ര പേരുടെയാ? വടകരയുടെ MP ഒപ്പിട്ടിട്ടില്ല, കോഴിക്കോടിന്റെ MP ഒപ്പിട്ടിട്ടില്ല. വീട് ഒപ്പത്രയാ? കോട്ടയത്തെ പാർലമെന്റ് മെമ്പർ കേരള കോൺഗ്രസിന്റെ പ്രതിനിധിയാണ്, അദ്ദേഹം ഒപ്പിട്ടു. ആലപ്പുഴയുടെ പാർലമെന്റ് മെമ്പർ CPMന്റെ പ്രതിനിധിയാണ്, അദ്ദേഹം ഒപ്പിട്ടു. ബാക്കി 18 പേര് ഒപ്പിട്ടില്ല. കാരണം എന്താ? ഇന്ത്യൻ പ്രധാനമന്ത്രി 20 കേരള MPമാരുടെ ഒപ്പിട്ടത് നിവേദനം വായിക്കുന്നു എന്ന് നിങ്ങൾ കരുതുക. കോഴിക്കോടെ വടകരയുടെ MPമാർ എന്താ കരുതുക? നരേന്ദ്രമോദി നിവേദനം എടുത്ത് വായിച്ചു നോക്കുമ്പോ വടകരയുടെ MPയുടെ ഒപ്പ്, അല്ലെ കോഴിക്കോടിന്റെ MPയുടെ ഒപ്പ്. ഇപ്പൊ എന്താണ്? ഉമ്മാരൊക്കെ ഒരു ഒപ്പിട്ട് എന്റെ അടുക്കൽ നിവേദനം സമർപ്പിക്കാറായോ എന്ന് RSS ചിന്തിച്ചാലോ? എന്റെ ഒരു ഒപ്പ് കൊണ്ടുപോലും ഇന്ത്യൻ സംഘപരിവാരത്തെ RSSനെ അസന്തുഷ്ടിപ്പെടുത്താൻ, അതുവഴി അപ്രീതി വാങ്ങാൻ ഞാൻ തയ്യാറല്ല. ഇത് പറയുന്ന ആരാ? BJPക്കാരല്ല. ഇത് പറയുന്നത് കേരളത്തിലെ 18 UDFന്റെ MPമാരാണ്. നമ്മൾ ചോദിക്കുന്നത് എന്താ? കേരളത്തിന് മേൽ സാമ്പത്തിക യുദ്ധമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആലങ്കാരികമായ പ്രയോഗമൊന്നുമല്ല, അങ്ങേയറ്റം യാഥാർത്ഥ്യജനകമായ അനുഭവമാണ്. എന്തുകൊണ്ടാണ് സാമ്പത്തിക യുദ്ധം എന്ന് പറയേണ്ടതായി വരുന്നത്? പല പരിപാടികൾ സ്വീകരിച്ചു നോക്കി. മതനിരപേക്ഷ കേരളത്തിന്റെ ജീവൻ എടുക്കാൻ ലക്ഷ്യമൊന്നേ ഉള്ളൂ. അത് ഡോക്ടർ പറകാല പ്രഭാകർ കഴിഞ്ഞ ദിവസം പറഞ്ഞു. കേന്ദ്ര ധനകാര്യമന്ത്രിയുടെ ജീവിത പങ്കാളിയാണ്. അങ്ങനെയല്ല അദ്ദേഹത്തെ വിശേഷിപ്പിക്കേണ്ടത്. ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സ് മുതൽ ഡൽഹി JNU വരെ നീണ്ടു നിൽക്കുന്ന ഇന്ത്യൻ വൈഷ്ണിക മേഖലയിലെ വിദ്യാഭ്യാസ വിഭാഗത്തിന്റെ ഒരു കൈക്കുഞ്ഞാണ് ഡോക്ടർ പറകാല പ്രഭാകർ. ഇന്ത്യ ആദരിക്കുന്ന സാമ്പത്തിക വിദഗ്ധനാണ്. അദ്ദേഹം എന്താ പറഞ്ഞത്? പരിമിതികളോടുകൂടെ ഇന്ത്യൻ
കാലാവസ്ഥയിൽ മോഡൽ സ്റ്റേറ്റ് ഏത്? അദ്ദേഹം പറഞ്ഞത് കേരളമാണെന്നാണ് പറഞ്ഞത്. കുറച്ചു കാലം RSSന്റെ പ്രചാരകനായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിത പങ്കാളിയാണ് നമ്മുടെ ധനകാര്യമന്ത്രി, യൂണിയൻ മന്ത്രിസഭാ അംഗം. കേരളത്തെ സാമ്പത്തികമായി കഴുത്തു ഞെരിക്കാനുള്ള ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാൾ. അവരുടെ ജീവിത പങ്കാളിയായ സാമ്പത്തിക വിദഗ്ധൻ പറഞ്ഞതാണ്, വർത്തമാനകാല ഇന്ത്യയിൽ if there is a model state, ആ സ്റ്റേറ്റിന്റെ പേര് കേരളമാണ്. അതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. അപ്പോഴോ കേരളത്തിന്റെ ജീവൻ എടുക്കണം, ഇന്ത്യയിൽ നിന്ന് കേരളത്തെ തുടച്ചു നീക്കണം. എങ്ങനെയാണ്? ഇന്ത്യയുടെ ജോഗ്രഫിക്കൽ മാപ്പിൽ നിന്നല്ല, ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്ന്, ഇന്ത്യയുടെ പൊളിറ്റിക്കൽ മാപ്പിൽ നിന്ന് കേരളത്തിന്റെ പ്രബുദ്ധ രാഷ്ട്രീയത്തിന്റെ പതാകയുടെ ജീവൻ എടുക്കണം. കാരണം എന്താണ്? കാരണം ലളിതമാണ്. കാരണം എന്താ? പൗരത്വ നിയമ ഭേദഗതി. ഇന്നലെയും കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞു, കേരളത്തിൽ മലയാളികൾ പറമ്പിലൂടെ ചവിട്ടി നടക്കുമ്പോൾ കാലിനടിയിൽ അരച്ചു കളയുന്ന പുല്ലിന്റെ പോലും വില ഉണ്ടാവില്ല കേരളത്തിൽ പൗരത്വ നിയമ ഭേദഗതിക്ക്. കാരണം എന്താ? ഈ നിലപാടുള്ള മുഖ്യമന്ത്രി ഇന്ത്യക്ക് പറയില്ല. കാർഷിക മാരണ നിയമം ആദ്യം സമരം കേരളത്തിലാണ്, നിയമസഭ കൂടി തള്ളിക്കളയുന്നു. വൈദ്യുതി കോഡ് ഭേദഗതി ആദ്യം സമരം കേരളത്തിലാണ്, നിയമസഭ കൂടി തള്ളിക്കളയുന്നു. പൗരത്വ നിയമ ഭേദഗതി ആദ്യം സമരം കേരളത്തിലാണ്, നിയമസഭ കൂടി തള്ളിക്കളയുന്നു. കാരണം എന്താണ്? ഇന്ത്യൻ ജനസാമാന്യം വെല്ലുവിളി നേരിടുന്ന ഏത് പ്രശ്നത്തിന് മുമ്പിലും കേരളം മുന്നിലാണ്. കേരളം പ്രതിരോധത്തിന്റെ ലോകം ഉയർത്തുകയാണ്. അപ്പോഴോ ഇന്നലെ കേരളത്തിന്റെ മീഡിയ അക്കാദമി ആരാണ്? അൽ ജസീറയിലെ ഗസയിലെ മാധ്യമ കറസ്പോണ്ടന്റാണ്, മാധ്യമ ചീഫാണ്. ബഹദൂദിക്ക് എന്ത് കൊടുക്കാൻ തീരുമാനിച്ചു? ബഹദൂദിക്ക് കേരളത്തിലെ മീഡിയ പേഴ്സൺ ഓഫ് ഇയർ അവാർഡ് കൊടുക്കാൻ തീരുമാനിച്ചു. എന്തുകൊണ്ടാണ്? കേരളത്തിൽ മാധ്യമ പ്രവർത്തകരെ ബഹദൂദിയെ അടക്കരുത്, അയാൾ ചെയ്യുന്ന മാപ്പറിയിക്കാത്ത ക്രൂരതയാണ്. ആരാ ബഹദൂദി? കുറച്ച് ദിവസങ്ങൾക്ക് പുറകിൽ, കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ ഒക്ടോബർ മാസം 26 അയാളുടെ വീടിന് നേർക്ക് ഇസ്രായേൽ ബോംബിട്ടു. അയാളുടെ കുടുംബം അധിവസിച്ചത് അഭയാർത്ഥി ക്യാമ്പിലാണ്. അഭയാർത്ഥി ക്യാമ്പിൽ നേരെ ഇസ്രായേൽ ബോംബിട്ടു. അയാളുടെ ജീവിത പങ്കാളി അമ്ന, 1.5 വയസ്സുള്ള പേരക്കുട്ടി ആദം, മറ്റൊരു മകൾ ഷംന, 3 പേരും കൊല്ലപ്പെട്ടു. സ്വന്തം കൂടപ്പുറപ്പിന്റെ ചോര വെക്കുന്ന മൃതശരീരങ്ങളെയും താങ്ങിയെടുത്ത് അലക്സയ പള്ളിക്ക് സമീപമുള്ള രക്തസാക്ഷികളുടെ ആശുപത്രിയുടെ വലിയ തൂണിന്റെ മറവിൽ മറച്ചു പിടിക്കാനാകാത്ത വിലാപത്തോടുകൂടെ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി നിന്ന വായിൽ ബഹദൂദിയുടെ ചിത്രം ലോകമെമ്പാടുമുള്ള മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചു. ആ ബഹദൂദിയെ കേരളം ക്ഷണിച്ചു വരുത്താൻ പോകുകയാണ്. ബഹദൂദി കേരളത്തിലേക്ക് വരാൻ വേണ്ടി പോകുകയാണ്. കേരളത്തിന്റെ ഈ ആണ്ടിലെ ഏറ്റവും മികച്ച മാധ്യമ പ്രവർത്തകന്റെ അവാർഡ് സ്വീകരിക്കാൻ ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്ന വഴിയിൽ അൽ ജസീറ ആ വാർത്ത ട്വീറ്റ് ചെയ്യുന്നു. ഞങ്ങളുടെ ഗസയിലെ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ പോയ മാധ്യമ പ്രവർത്തകൻ, ഓർമ്മിക്കണം, മലയാളത്തെ ഒറ്റയത്തിനോട്ടേക്ക് പോയിട്ടില്ല. കാരണം എന്താ? എപ്പ വെടിയുണ്ട ജീവൻ കൊണ്ടുപോകുന്ന അവർക്കറിയാം. പക്ഷെ ഇയാൾ പോയി. കാരണം എന്താണ്? യുദ്ധമുണ്ടാകുന്ന ഒരു മണ്ണിൽ അക്രമം ഏറ്റുവാങ്ങേണ്ട വരുന്ന 17,000-ലധികം വരുന്ന കുഞ്ഞുങ്ങൾക്ക് ശവക്കല്ലറകളും ബലിത്തറകളും കുഴിമാടങ്ങളും ഒരുക്കേണ്ട വന്ന ചോര തുളക്കുമാറ വേദനയോടുകൂടെ മാതാപിതാക്കൾക്ക് സ്വന്തം കുഞ്ഞിന്റെ പൂമേനി പോലെയുള്ള ഇതളിൽ അവരുടെ പേരെഴുതി മരണത്തെ കാത്തുകെട്ടി കിടക്കേണ്ട വരുന്ന കുഞ്ഞുങ്ങളുടെ ശവക്കൂന മാത്രമായി തീരുന്ന ഒരു രാഷ്ട്രത്തിൽ പോയിരുന്ന മാധ്യമ പ്രവർത്തനം നടത്തിയപ്പോഴോ 1.5 വയസ്സുള്ള പേരക്കുട്ടിയെ നഷ്ടപ്പെട്ടു, സ്വന്തം ജീവിത പങ്കാളിയെ നഷ്ടപ്പെട്ടു, സ്വന്തം 7 വയസ്സുള്ള മകളെ നഷ്ടപ്പെട്ടു. ചേതനയേറ്റ മൃതശരീരങ്ങളെയും ഏറ്റുവാങ്ങി ഗസയിലെ അൽ ജസീറയുടെ ബ്യൂറോ ചീഫ് നടന്നു നീങ്ങുന്ന ചിത്രം നമ്മൾ കണ്ടതാണ്. കേരളം വിളിച്ചു പറയുന്നു, ഞങ്ങൾ കണ്ട ഈ ആണ്ടിലെ ലോകത്തെ ഏറ്റവും മികച്ച മാധ്യമ പ്രവർത്തകൻ അത് ഗസയിലെ അൽ ജസീറയുടെ ബ്യൂറോ ചീഫായ വായിൽ ബഹദൂദിയാണ് എന്ന് കേരളം വിളിച്ചു പറയുന്നു. നമ്മൾ പരവതാനിരിക്കുന്നു. ഏത് രാജ്യത്തേക്കാണ്? ഇന്ത്യ ഇസ്രായേലിനോടൊപ്പമെന്ന് RSS മുതൽ തിരുവനന്തപുരത്തെ MP, മുസ്ലിം ലീഗിന്റെ വേദിയിൽ കോഴിക്കോട് കടപ്പുറത്ത് വരെ പ്രസംഗം നടത്തിയ അതേ മണ്ണിലേക്ക് ഗസയിലെ മാധ്യമ പ്രവർത്തകരെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കൈപിടിച്ച് ആനയിക്കാൻ വേണ്ടി പോകുന്നു. കാരണം എന്താണ്? രാഷ്ട്രീയമാണ്, രാഷ്ട്രീയം മാത്രമാണ്. കാരണം എന്താ? വേട്ടയാടപ്പെടുന്ന മനുഷ്യർ ഗസയിലാണെങ്കിലും ഒളവണ്ണയിലാണെങ്കിലും ടെല്ലവീവിലാണെങ്കിലും മാഞ്ചസ്റ്ററിലാണെങ്കിലും മണിപ്പൂരിലാണെങ്കിലും അതിനുവേണ്ടി നൊന്തുതള്ളി മുദ്രാവാക്യം വിളിക്കുന്ന ലക്ഷോപലക്ഷം വരുന്ന മനുഷ്യരുടെ മണ്ണാണ് നമ്മുടെ കേരളം. നമ്മൾ ബഹദൂദിയെ കണ്ടിട്ടില്ല. ബഹദൂദിയുടെ 1.5 വയസ്സുള്ള പേരക്കുട്ടി ആദത്തിന്റെ മുഖം നമ്മളാരും കണ്ടിട്ടില്ല. കൊല്ലപ്പെട്ട ജീവിത പങ്കാളി അമ്മയെ ഞാനും നിങ്ങളും കണ്ടിട്ടില്ല. 7 വയസ്സുള്ള മകൾ
നമ്മുടെ മകളുടെ പ്രായമുള്ള പെൺകുട്ടികൾ വിവസ്ത്രരാക്കപ്പെട്ട തെരുവിലൂടെ ജനക്കൂട്ടം വലിച്ചടിച്ചത് മണിപ്പൂരിലാണോ? നമുക്ക് അവരുമായി രക്തബന്ധമുണ്ടോ? നമ്മൾ അവരെ കാണാൻ സാധ്യതയുണ്ടോ? ജീവിതത്തിന്റെ ഇന്നയോളമുള്ള അനുഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. ചങ്കു തുടയ്ക്കുമാറ് പ്രതിഷേധത്തോടുകൂടെ മൂടാടിയിലും നന്ദിയിലും കോഴിക്കോടും കേരളത്തിലും മണിപ്പൂരിനും ഗസയ്ക്കും ഒളവണ്ണയ്ക്കും പലസ്തീനും വേണ്ടി നമ്മൾ സമരമിറങ്ങിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? ഇവിടെ നേരെ അകലെയല്ല, കൊയിലാണ്ടിക്ക് സമീപമുള്ള കീഴരിയൂർ ബോംബ് കേസിലെ പ്രതിയായിരുന്ന NV കൃഷ്ണവാര്യർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പറൊന്നുമായിരുന്നില്ല. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് കോഴിക്കോടിന്റെ സമരോജ്ജല ഏടിന്റെ പ്രതീകമാണ് കീഴരിയൂർ ബോംബ് കേസ്. NV കൃഷ്ണവാര്യരുന്നുണ്ട്. അങ്ങകലെ ആഫ്രിക്കൻ അടിമയുടെ പുറത്ത് ചാട്ടവാറടിയേക്കുമ്പോഴും ഇവിടെ എന്റെ പുറം പൊടിയുന്നു എന്ന് പറയാനാവുന്ന അർത്ഥസമ്പൂർണമായ വരികൾ സമ്മാനിച്ചത് NVയാണ്. പ്രത്യേകത എന്താണ്? കേരളത്തിന്റെ മനുഷ്യത്വപൂർണമായ രാഷ്ട്രീയത്തെ NV വരച്ചിടുകയാണ്. മർദ്ദനം ഏറ്റുവാങ്ങേണ്ട വന്നവർ മണിപ്പൂരിലായിരിക്കും, ഒളവണ്ണയിലായിരിക്കും. കൊല്ലപ്പെടേണ്ട വന്ന കുഞ്ഞുങ്ങൾ ഇന്നയോളം നമ്മൾ പരിചയപ്പെട്ടിട്ടില്ലാത്ത നൂറുകണക്കിന് കുടുംബങ്ങളുടെ ഗസ സ്ട്രിപ്പിലെയോ നസ്രത്തിലെയോ പലസ്തീനിലെയോ സിയം ഗ്രൗണ്ടിലെയോ ബത്ലഹേമിലെയോ ഒക്കെ കുഞ്ഞുങ്ങളായിരിക്കാം. പക്ഷെ നൊമ്പ് തല്ലുന്നത് നമ്മുടെ ഉള്ളുകളിലാണ്. നോവനുഭവപ്പെടുന്നത് നന്ദിയിലും മൂടാടിയിലും കോഴിക്കോടും കേരളത്തിലുമല്ല, എന്റെയും നിങ്ങളുടെയും വീടിന്റെ അകത്തളകളിലാണ്, ഹൃദയത്തിന്റെ ഉൾഞരമ്പുകളിലാണ്. അതിനുവേണ്ടി സമരമിറങ്ങുന്നു കേരളം. അവരോടൊപ്പം എന്ന് വിളിച്ചു പറയുന്നു. നോക്കുമ്പോഴോ ലോകത്ത് എവിടെ പ്രശ്നമുയർന്നു വരുമ്പോഴും വേട്ടയാടപ്പെടുന്ന മനുഷ്യരോടൊപ്പം നിങ്ങളും ഒറ്റയ്ക്കല്ല, ഞങ്ങളും നിങ്ങളോടൊപ്പം എന്ന് കേരളം പ്രഖ്യാപിക്കുന്നു. സംഘപരിവാരം നോക്കുമ്പോഴോ അങ്ങനെയൊരു കേരളം ഇന്ത്യൻ രാഷ്ട്രീയ ഭൂമിയിൽ ഉണ്ടാകാൻ പാടില്ല. വിജയം മോശം എഴുതുന്നുണ്ട്. തലശ്ശേരി കലാപാനന്തരം എന്തുകൊണ്ട് തലശ്ശേരി തിരഞ്ഞെടുക്കപ്പെട്ടു? തല തകർക്കണമെങ്കിൽ തലശ്ശേരിയെ തകർക്കണം. മതനിരപേക്ഷ രാഷ്ട്രീയത്തിന് ഏറ്റവും ശക്തി എവിടെയാണോ അവിടെ വേണം അതിന്റെ തല തകർക്കാൻ. ഇപ്പൊ കേരളത്തെ സംഘപരിവാരം രക്ഷപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ഇന്ത്യയെ ഒരു താലിബാനാക്കണമെങ്കിൽ, ഇന്ത്യയെ ഒരു മതരാഷ്ട്രമാക്കണമെങ്കിൽ കേരളത്തിന്റെ മതനിരപേക്ഷതയുള്ള കാലഘട്ടത്തിൽ നടക്കില്ല. കേരളത്തെ തകർത്താലോ ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂമികയിൽ നിന്ന് കേരളം ഉയർത്തുന്ന പ്രബുദ്ധ രാഷ്ട്രീയത്തിന്റെ പതാകയെ വേരോടുകൂടെ പിടിതെറിഞ്ഞാലോ അപ്പോ കാര്യം എളുപ്പമായി. പഠിച്ചപടി പറഞ്ഞിട്ട് നോക്കി ഇതിനു വേണ്ടി. ഏറ്റവും ഒടുവിലാണ് സാമ്പത്തിക യുദ്ധം. ഒടുവിലായി ഫുഡൽ അദ്ദേഹത്തിന്റെ അവസാനത്തെ പ്രഭാഷണങ്ങൾ UN പോയി പറയുന്നുണ്ട്. കേരളത്തെ പോലെയല്ല, 40 വർഷമാണ് അമേരിക്കയുടെ സാമ്പത്തിക പുറത്ത് ക്യൂബയ്ക്ക് മേൽ. ഫിഡൽ പറയുന്ന 2 വാചകമാണ് കേരളത്തിന്റെ ചുവരെഴുത്താകേണ്ട വാചകങ്ങളാണ്. ഫെബ്രുവരി 8 ചുവരെഴുത്താകേണ്ട വാചകങ്ങളാണ്. ഫിഡൽ പറയുന്നുണ്ട്, ഫിനാൻഷ്യൽ സീഗ് ഈസ് നോട്ട് മിയർലി എ ഫിനാൻഷ്യൽ ക്രൈസിസ്. സാമ്പത്തികമായ ഉപരോധം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കേവല സാമ്പത്തിക പ്രശ്നമേ അല്ല. അദ്ദേഹം അവസാനിപ്പിക്കുന്നത് what is a war on Cuba? ഞങ്ങളുടെ നാടിന് മേൽ നയിക്കപ്പെടുന്ന ഒരു യുദ്ധമാണ്. ക്യൂബയും കേരളവും തമ്മിൽ താരതമ്യമൊന്നുമില്ല. അതൊരു രാഷ്ട്രവും നമ്മുടെ നാടൊരു സംസ്ഥാനവുമാണ്. പക്ഷെ പ്രത്യേകത എന്താണ്? അതിന് സമാനമായ സാമ്പത്തിക യുദ്ധം കേരളത്തിന് മേൽ നടത്തപ്പെടുകയാണ്. വയോജനങ്ങൾക്ക്, വിധവകൾക്ക് നമ്മൾ കണ്ടു. ഇടുക്കിയിൽ മറിയക്കുട്ടി ചേർത്തി മന്നയും സമരം നടത്തി. നമുക്ക് വ്യക്തിപരമായ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. 4 മാസക്കാലം പെൻഷൻ കുടിശ്ശിക 2 മാസം കൂടുമ്പോഴാണ് നമ്മൾ നൽകാറുള്ളത്. യാഥാർത്ഥ്യമാണ്. അപ്പോഴോ എല്ലാ ചാനലുകളിലും തത്സമയ സംപ്രേഷണം നടത്തി തീരുമ്പോൾ മുൻ പ്രതിപക്ഷ നേതാവ് വീട്ടിലെത്തുന്നു. എന്ന് പറയുന്നു, 1600 രൂപ ഞാൻ തരും എന്ന് പറയുന്നു. നമുക്കെന്താ അഭിപ്രായ വ്യത്യാസം? വലിയ ബിഗ് ബ്രേക്കിംഗ് ന്യൂസുകൾ. ചലച്ചിത്ര താരമായ BJP നേതാവ്, രാജ്യസഭാ അംഗം, തൃശ്ശൂർ ഇപ്പൊ കഷ്ടത്തിലാക്കും എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നയാൾ അദ്ദേഹം ചെല്ലുന്നു. മറിയക്കുട്ടി ചേർത്തിയെ മണ്ണയിൽ കാണുന്നു. ഞാനും 1600 തരും എന്ന് പറയുന്നു. ഏതെങ്കിലും ഒരാൾ ഇതിന്റെ പിന്നിലുള്ള യാഥാർത്ഥ്യത്തെ സംബന്ധിച്ച് വിശദീകരിച്ചു. ഇവർ പറ്റുന്ന പെൻഷൻ ഏതാണ്? അത് വിധവാ പെൻഷനാണ്. 300 രൂപ യൂണിയൻ ഗവൺമെന്റ് വിഹിതമാണ്. അത് കേരളത്തിൽ ലഭിച്ചിട്ട് എത്ര നാളായി? 11 മാസം കഴിയാൻ പോകുന്നു. ചുരുക്കി പറഞ്ഞാൽ 1 വർഷം തികയാൻ പോകുന്നു. എന്താണ് പ്രത്യേകത? ആലങ്കാരികമായി പറയുന്നതല്ല സാമ്പത്തിക യുദ്ധം. ഒരു മറിയക്കുട്ടി ചേട്ടത്തേക്ക് വന്നേക്കും മാത്രമല്ല, കേരളത്തിൽ 8 ലക്ഷം പേർ വയോജന വിധവാ പെൻഷൻ പറ്റുന്നവരാണ്. 8 ലക്ഷം പേർ. അവർക്ക് ഒരാൾക്ക് 300 വെച്ച് 1 വർഷക്കാലമായി യൂണിയൻ ഗവൺമെന്റ് കേരളത്തിന്റെ വിഹിതം നൽകിയിട്ട് കേരളത്തിലെ ഇടതുമുന്നണി ഗവൺമെന്റ് ചെയ്യുന്ന ക്രൂരത എന്താണ്? നരേന്ദ്രമോദി ആ പണം നൽകാൻ നിൽക്കുന്നില്ല. നമ്മൾ 1600 കൊടുക്കാൻ ഡിസംബറിൽ 1600 കൊടുത്തു. എങ്ങനെ കൊടുത്തു? ഇന്നല്ലെങ്കിൽ നാളെ കിട്ടും. പക്ഷേ ആ 300 കുറയ്ക്കാൻ പാടില്ല, 1600 ആക്കി തന്നെ കൊടുക്കും. ഇതാണ് കേരളത്തിൽ ഇടതുപക്ഷം ചെയ്യുന്നത്.
പക്ഷെ യൂണിയൻ ഗവൺമെന്റോ, നിങ്ങൾ കേരളത്തിലെ വിധവയാണോ? മൂടാടി പഞ്ചായത്തിലെ, പയ്യോളി നഗരസഭയിലെ, നമ്മുടെ സമീപ പഞ്ചായത്തുകളിലെ നിങ്ങൾ കേരളത്തിലെ വിധവയും വയോജനവുമാണോ? ജീവിത സായാഹ്നത്തിൽ മരുന്ന് വാങ്ങാതെ മരിച്ച് മണ്ണോട് മണ്ണടിഞ്ഞാലും ശരി, നിങ്ങൾക്ക് തരാനുള്ള കേന്ദ്ര സർക്കാർ വിഹിതം തരില്ല എന്ന് പറയുകയാണ്. ഇതാണ് സാമ്പത്തിക യുദ്ധം. വയോജനങ്ങളും വിധവകളുമല്ല CPM അല്ലല്ലോ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലാതാകണം എന്ന് ആഗ്രഹിക്കുന്നവരില്ലേ? പക്ഷെ പ്രത്യേകത എന്താണ്? ലളിതമാണ്. നിങ്ങൾ കേരളത്തിലെ വിധവയും വയോജനവുമാണോ? നിങ്ങളുടെ ജീവിതം തകർന്ന് തരിപ്പണമായാലും ശരി, നിങ്ങൾക്ക് ഞങ്ങൾ കാശ് തരില്ല. ഈ പ്രശ്നത്തിന് മുമ്പിൽ മൂടാടിയിലും പയ്യോളിയിലും കോഴിക്കോടും കേരളത്തിലും നിങ്ങൾ ആരോടൊപ്പമാണ്? ഇത്രയുള്ള ചോദ്യം. ഇതാണ് സാമ്പത്തിക യുദ്ധം. കുഞ്ഞുങ്ങളുടെ സ്കൂൾ കഞ്ഞിയിൽ ഗഡു തരാതെ തടസ്സപ്പെടുന്നു. കേരളത്തിലെ കുഞ്ഞുങ്ങളുടെ സ്കൂൾ കഞ്ഞിയിൽ മണ്ണ് വാരിയിടുകയാണ് സംഘപരിവാരം. ലളിതമാണ്. കുഞ്ഞുങ്ങളൊക്കെ CPM ആണ്. സ്കൂളുകളിൽ ഉച്ചക്കഞ്ഞി കുടിക്കുന്നവരൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗങ്ങളാണ്. അല്ല, അവർ കേരളത്തിന്റെ കുഞ്ഞുങ്ങളാണ്. പക്ഷെ പ്രത്യേകത എന്താണ്? നീയൊക്കെ കേരളത്തിലെ കുട്ടികളാണോ? സമാധാനപൂർണമായി ഉച്ചക്കഞ്ഞി കുടിച്ച് ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന് RSS നിലപാട് സ്വീകരിക്കുക. മൂടാടി ഹയർ സെക്കൻഡറി സ്കൂളിൽ, നമ്മുടെ പയ്യോളിയിലെ സ്കൂളിൽ, കോഴിക്കോട് കേരളത്തിലെ സ്കൂളുകളിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഉച്ചക്കഞ്ഞിയിൽ സാമ്പത്തിക വിഹിതം തരാതെ തടഞ്ഞു വെച്ച് അതിൽ മണ്ണ് വാരിയിടുമ്പോ മൂടാടിയിലും പയ്യോളിയിലും കോഴിക്കോടും കേരളത്തിലും നിങ്ങൾ ആരോടൊപ്പം നിൽക്കും? നിങ്ങളുടെ ചേരി ഏതാണ്? നിങ്ങളുടെ പക്ഷം ഏതാണ്? ഇതാ സാമ്പത്തിക യുദ്ധം. മറ്റാലങ്കാരികതയില്ല, ശതമാനക്കണക്ക് ഞാൻ പറയുന്നില്ല. 57,600 കോടി രൂപയുടെ വിപുലമായ സംഖ്യയിലേക്ക് ഞാൻ പോകുന്നില്ല. നെൽകർഷകർ മാതൃഭൂമി വാർത്ത എഴുതി. എത്ര? 769 കോടി രൂപ കിട്ടാനുണ്ട്. എന്താ പറയുന്നത്? മൂടാടിയും പയ്യോളിയും കോഴിക്കോടും കേരളത്തിലും നെൽകൃഷി ചെയ്യുന്ന കർഷകരോട്, അവരൊന്നും CPM മാത്രമല്ല, BJP, ലീഗും കോൺഗ്രസും ഒക്കെ ഉണ്ട്. പക്ഷെ പറയുന്നത് എന്താണ്? നിങ്ങൾ കയറെടുത്ത് ആത്മഹത്യ ചെയ്ത് കെട്ടി തൂങ്ങിയാലും ശരി, നെൽകർഷകർക്ക് കേരളത്തിൽ കിട്ടേണ്ട 769 കോടി ഞങ്ങൾ തരില്ല എന്ന് പറയുകയാണ്. കേരളത്തിലെ നെൽകർഷകരെ ആത്മഹത്യയിലേക്ക് തള്ളിവിടാൻ ശ്രമിക്കുന്നു സംഘപരിവാരം. ആ പ്രശ്നത്തിന് മുമ്പിൽ നിങ്ങൾ ആരോടൊപ്പമാണ്? നിങ്ങൾ ഏത് ചേരിയിലാണ്? നിങ്ങൾ ഏത് പക്ഷത്താണ്? ഇതാണ് ചോദ്യം. ആ ചോദ്യം ഉയർത്തിയിട്ടാണ് ഫെബ്രുവരി 8 സമരം സംഘടിപ്പിക്കാൻ വേണ്ടി പോകുന്നത്. കേരളം അഭിമാനകരമായ മുന്നേറ്റങ്ങളുടെ ഒരു മഹാഘോഷയാത്രയിലേക്കാണ് ഈ ഘട്ടത്തിൽ നടന്നു കയറിയത്. ഈ സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിൽ നാളെ ബജറ്റാണ്. ഇന്നലെ കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിവിവര കണക്ക് വന്നു. മനോരമ വന്നില്ലല്ലോ, മാതൃഭൂമി വന്നില്ലല്ലോ, ചർച്ച വന്നില്ലല്ലോ. എന്താ സാമ്പത്തിക സ്ഥിതിവിവര കണക്ക്? 26% കേരളത്തിന്റെ സാമ്പത്തിക വളർച്ച നേടി. കഴിഞ്ഞ തവണത്തെ 1.5% വീണ്ടും ഉയർന്നു. കഴിഞ്ഞ 3 വർഷമായി കേരളത്തിന്റെ തനത് നികുതി വരുമാനം 20, 23, 26% ഉയരുകയാണ്. കടം കുറഞ്ഞു 1.5%. ഏതെങ്കിലും അന്തസ്സുള്ള ഒറ്റ ഒരുത്തൻ കേരളത്തിൽ ദൃശ്യമാധ്യമങ്ങളിൽ വന്നിരുന്ന് ഇത് പറഞ്ഞോ? ഇത് വിശദീകരിച്ചോ? പറയുമ്പോ എന്താ? ക്ലിഫ് ഹൗസില് ചാണകക്കുഴി കെട്ടാൻ, മുഖ്യമന്ത്രിക്ക് നടക്കാൻ, സഞ്ചരിക്കാൻ, ഇതൊക്കെയാണ് പ്രചരണം അല്ലേ? കേരളം മുടിഞ്ഞ് തകർന്ന് തരിപ്പണമായി എന്നാണ് പറയുന്നത്. പക്ഷെ കണക്കുകൾ വരെ ചോദിച്ചാലോ? ഞാൻ അവസാനിപ്പിക്കാം. നിങ്ങളാരും എഴുന്നേറ്റ് പോകാതിരുന്നതാണ് ഇത്ര നീണ്ടുപോകുന്നത്. അപ്പോ ഈ അനുഭവങ്ങളിലൂടെയാണ് കേരളം കടന്നു പോകുന്നത്. സാമ്പത്തികമായി കേരളം തകരുകയായിരുന്നില്ല. അതാണ് ഇന്നലത്തെ സാമ്പത്തിക സ്ഥിതി വിവര കണക്ക് വിശദീകരിച്ചത്. കേരളം എല്ലാ മേഖലയിലും മെച്ചപ്പെടുകയാണ്. ആ നിലയിൽ ഈ പ്രതിസന്ധികളുടെയും അഭൂതപൂർവമായ പ്രാരാബ്ദങ്ങളുടെയും നടുവിലും കേരളത്തിന്റെ വികസന പന്താവുകൾ അനിതരസാധാരണമായ ഗതിവിഗതികളോടുകൂടെ മുമ്പോട്ടേക്ക് പോകുന്നു. ഞാൻ വിശദീകരിക്കുന്നില്ല. ദേശീയപാത നമുക്ക് തൊട്ടപ്പുറയാണ്. അടച്ചുപൂട്ടി പോയതാണ് ദേശീയപാത അതോറിറ്റി ഓഫ് ഇന്ത്യ. അവരെ വിളിച്ചു വരുത്തിയിട്ടാണ് നമ്മൾ ഈ പ്രവർത്തനം പുനരാരംഭിച്ചത് എങ്ങനെയെന്ന ചോദ്യത്തിന് മറുപടി കോഴിക്കോടുകാർക്ക് ഞാൻ പറയുന്നത് വിശദീകരിക്കേണ്ടതില്ല. എല്ലാവരുടെയും മുമ്പിൽ ഭൂമി വിലയുടെ 10% മാത്രമായിരുന്നു NHI വാഗ്ദാനം ചെയ്തിരുന്നത്. കോഴിക്കോടും മലപ്പുറത്തും അസാധാരണമായ മഹാസമരങ്ങൾ ദേശീയപാതയുടെ ഭൂമി ഏറ്റെടുക്കുന്നതിന് ഉണ്ടായി. അവിടെയാണ് NHI മടങ്ങിപ്പോകുന്നത്. ആ പ്രശ്നത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരൊറ്റ ചോദ്യം കൊണ്ടാണ് പരിഹരിച്ചത്. ഭൂമിയുടെ മതിപ്പുവിലയുടെ 10% കേന്ദ്ര നിയമമാണ്. ലീഗിനും കോൺഗ്രസിനും കേരളത്തിൽ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇതായിരുന്നു പ്രതികരണം. പക്ഷെ അന്നയോളമുള്ള ദേശീയപാതയുടെ അനുഭവത്തിൽ കേട്ടിട്ടില്ലാത്ത ഒരു പുതിയ ചോദ്യം 2016 ഉയർന്നു വന്നു. ഭൂമിയുടെ മതിപ്പുവിലയുടെ 10%
ശരി, അത് കേന്ദ്ര നിയമമാണ്. പക്ഷെ ഭൂമിയുടെ മതിപ്പ് വരെ ആരാണ് നിശ്ചയിക്കുന്നത്? അത് സ്റ്റേറ്റ് സബ്ജക്റ്റാണ്, അത് സംസ്ഥാനമാണ്. ആ ചോദ്യം ചോദിച്ച മുഖ്യമന്ത്രിയുടെ പേരാണ് പിണറായി വിജയൻ. ആ മതിപ്പ് വില പുതുക്കി നിശ്ചയിച്ചത് വഴിയാണ് ദേശീയപാതയ്ക്ക് അങ്ങോട്ട് സ്ഥലം കൊടുക്കാനുള്ള ഒരു കുത്തൊഴുക്ക് പിന്നീട് കേരളത്തിൽ സംഭവിച്ചു. ഏറ്റവും വലിയ സമരം നടന്നത് മലപ്പുറം ജില്ലയാണ്. കേരളത്തിലെ ഏറ്റവും ജനസാന്ദ്രതയുള്ള ജില്ല. അഭിമാനത്തോടുകൂടെ കേരളത്തിന് പറയാൻ കഴിയും, 100% ഭൂമി ഏറ്റെടുത്ത് ആദ്യം പൂർത്തീകരിച്ച് പണവിതരണം പൂർത്തീകരിച്ച കേരളത്തിലെ ഒന്നാമത്തെ ജില്ല അത് മലപ്പുറമായിരുന്നു. 60,000-ലധികം കോടി രൂപയുടെ വികസന വിസ്ഫോടനത്തിന് നമുക്ക് സമീപത്തുള്ള പാത തയ്യാറെടുക്കുകയാണ്. മലയോര ഹൈവേ പൂർത്തീകരിക്കപ്പെടുന്നു, തീരദേശ ഹൈവേ പൂർത്തീകരിക്കപ്പെടുന്നു. കാസർഗോഡ് ബേക്കറിൽ നിന്ന് കയറിയാൽ കോഴിക്കോട് വഴി സഞ്ചരിച്ച് തിരുവനന്തപുരത്ത് പൂവാറിൽ ചെന്നിറങ്ങാൻ കഴിയുന്ന ദേശീയ ജലപാത 68% പണി പൂർത്തീകരിച്ചിരിക്കുന്നു. കേരളത്തിൽ പശ്ചാത്തല സൗകര്യ വികസനമില്ല, അതുകൊണ്ട് നിക്ഷേപമില്ല, അതുകൊണ്ട് വ്യവസായമില്ല, അതുകൊണ്ട് തൊഴിലില്ല, അതുകൊണ്ട് കുട്ടികളെല്ലാവരും മൈഗ്രേറ്റ് ചെയ്യുന്നു. ഇതായിരുന്നു കേരളത്തിൽ ഉയർന്നു വന്ന പ്രശ്നം. ആ പ്രശ്നത്തെ അടിസ്ഥാനപരമായി ഈ കേരളം അഭിസംബോധന ചെയ്യുകയാണ്. ഇപ്പോൾ സംഭവിക്കുന്നതോ, ഇന്ന് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ MLA ലീഗിന്റെ പ്രതിനിധിയാണ്. ഇടതുപക്ഷ രാഷ്ട്രീയത്തോട് തീർത്താത്ത വിയോജിപ്പുള്ള ആളാണ്. കേരളത്തിന്റെ വ്യവസായ മന്ത്രിയെ സാക്ഷി നിർത്തിക്കൊണ്ട് പറയുന്നു, ഇന്നയോളം കേരളത്തിന്റെ അനുഭവങ്ങളെ മാറ്റിമറിച്ച വ്യാവസായിക കുതിപ്പിനാണ് ഇന്ന് കേരളം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. വെറുതെ സംഭവിച്ചതല്ല. പശ്ചാത്തല സൗകര്യ വികാസത്തിൽ കേരളത്തിൽ അത്ഭുതകരമായ അക്ഷരാർത്ഥത്തിൽ കേരളം കീഴ്മേൽ മറിയുകയാണ്. ദേശീയപാതയുടെ അരികത്തുള്ള ഓരോ വീടുകളിലേക്ക് അറിയാം. ഞാൻ സമീപത്ത് കാസർഗോഡ് മറ്റൊരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ പ്രവാസികളായ നമ്മുടെ സഖാക്കൾ പറയുന്നു, ടാക്സി വിളിച്ചിട്ടാണ് വീട്ടിലേക്ക് വരുന്നത്. കാരണം എന്താണ്? പഴയതുപോലെ വീടും സ്ഥലവും ലാൻഡ്മാർക്കും കവലയും ജംഗ്ഷനും കണ്ടാൽ തിരിച്ചറിയാൻ മേലാത്ത വിധം അനുദിനം നമ്മളുടെ പ്രദേശങ്ങൾ മാറി മറിയുകയാണ്. ദേശീയപാതയും ജലപാതയും മലയോര ഹൈവേയും തീരദേശ ഹൈവേയും കോഴിക്കോട് നിന്ന് വയനാടേക്ക് തുരങ്കപാതയും ഒക്കെ പൂർത്തീകരിക്കപ്പെടുമ്പോൾ നിക്ഷേപങ്ങളുടെ വ്യവസായങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യയിൽ ഒരു പുതു റെക്കോർഡുകൾ സൃഷ്ടിക്കാൻ പോകുന്ന കേരളം സമാഗതമാവുകയാണ്. 28ാം സ്ഥാനത്തായിരുന്നു കേരളം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ, വ്യാവസായിക നിക്ഷേപത്തിൽ. ഇപ്പോഴോ 2 വർഷം കൊണ്ട് കേരളം 15ാം സ്ഥാനത്തെത്തി. ഇന്ത്യൻ പ്രധാനമന്ത്രി കേരളത്തിന്റെ സംരംഭക വർഷത്തെ സംബന്ധിച്ച് പറഞ്ഞത് 1,38,000 സംരംഭങ്ങൾ, അതിൽ 30,000 ആരുടേതാണ്. അത്ഭുതകരമായ പുരുഷ കേസരികളുടേതൊന്നുമല്ല, കേരളത്തിലെ കുടുംബശ്രീയിലെ നമ്മുടെ നാട്ടിലെ അന്തസ്സുമൂർജവുമുള്ള സ്ത്രീകളുടേതാണ്. പെണ്ണുങ്ങൾ ആരംഭിച്ചതാണ് കേരളത്തിലെ 30,000-ലധികം വരുന്ന സംരംഭങ്ങൾ. അതിന്റെ കരുത്തിലോ 1 വർഷം കൊണ്ട് കേരളത്തിൽ 1,33,000 പുതു വ്യവസായങ്ങൾ ആരംഭിച്ചപ്പോ ഇന്ത്യൻ പ്രധാനമന്ത്രി ചീഫ് സെക്രട്ടറിമാരുടെ യോഗത്തിൽ പറഞ്ഞു, ഏത് പ്രധാനമന്ത്രി? കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കി ജീവനെടുക്കാൻ ശ്രമിക്കുന്ന RSSന്റെ പ്രചാരകനായ അതേ പ്രധാനമന്ത്രി പറയുന്നു, the ever best practice in India. 28 ഏറ്റവും പിന്നോക്കത്തിൽ നിന്ന് 15ലേക്ക് 13 പടികൾ കേരളം ഒരുമിച്ച് കയറി. കോഴിക്കോട് വെസ്റ്റ് ഹിൽ പോളിടെക്നിക്, നിങ്ങൾ വാർത്തയിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, 4-5 ദിവസങ്ങൾക്ക് പുറകെ 38 ഇലക്ട്രിക് ഓട്ടോകൾ വെസ്റ്റ് ഹിൽ പോളിടെക്നിക് കോളേജിലെ കുട്ടികൾ നിർമ്മിച്ചു. ഏത്? നമ്മുടെ ഗവൺമെന്റ് പോളിടെക്നിക്കിലെ കുട്ടികൾ നിർമ്മിച്ചു. ഒരു സംശയവും വേണ്ട, ആ മുഴുവൻ കുട്ടികൾക്കും ഇവിടെ കേരളത്തിലെ ഇന്ത്യയിലെ ഏറ്റവും ഉന്നതമായ കമ്പനികൾ പ്ലേസ്മെന്റ് കൊടുക്കും. കാരണം എന്താണ്? വിദ്യാഭ്യാസം എന്നുള്ളത് കയ്യിലെ സർട്ടിഫിക്കറ്റ് അല്ല, നൈപുണിയാണ്, പ്രതിഭയാണ്. പ്രതിഭയെ വളർത്തിയാൽ ഇവിടെ നിക്ഷേപം ഇങ്ങോട്ടേക്ക് വരും. നമുക്ക് വീട്ടിൽ ജോലി ചെയ്യാൻ അവസരം നൽകുന്ന കമ്പനികൾ നമ്മുടെ വീട്ടുമുറ്റത്തേക്ക് വരും. ആ അനുഭവങ്ങളിലേക്ക് കേരളം മാറുകയാണ്. അതിന്റെ ഭാഗമാണ് അസാപ്പ്, അതിന്റെ ഭാഗമാണ് സ്റ്റാർട്ടപ്പ് ഇൻക്യുബേഷൻ സെന്ററുകൾ, അതിന്റെ ഭാഗമാണ് ക്യാമ്പസുകളോട് ചേർന്ന് വരാൻ പോകുന്ന ഇൻഡസ്ട്രിയൽ പാർക്കുകൾ. കാരണം എന്താ? പഠിക്കുക മാത്രമല്ല, തൊഴിലെടുക്കുന്നത് എങ്ങനെയെന്ന് കേരളത്തിലെ വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ട് തൊഴിലെടുക്കുന്നവരാകാൻ വേണ്ടി പോകുകയാണ്. അങ്ങനെ മാറുമ്പോഴോ, കഴിഞ്ഞ ദിവസം IBM-ന്റെ മേധാവി കേരളത്തിൽ പറഞ്ഞു, IBM കൊച്ചി ഇൻഫോ പാർക്കിൽ പ്രവർത്തിക്കുന്നതാണ്. IBM-ന്റെ മേധാവി പറഞ്ഞത്, ഞങ്ങളുടെ സ്ഥാപനത്തിലെ 410 പേർ റിവേഴ്സ് മൈഗ്രേഷൻ ആണ്. എന്ന് വെച്ചാൽ കേരളം ഉപേക്ഷിച്ച് UK, USA, കാനഡ, ഓസ്ട്രേലിയ, ജപ്പാൻ, ജർമ്മനി അങ്ങോട്ടേക്കൊക്കെ പോയവർ 400-ലധികം ആളുകൾ കൊച്ചി ഇൻഫോ പാർക്കിൽ അതേ ശമ്പളം നൽകാമെന്ന് IBM പറഞ്ഞപ്പോൾ തിരികെ വന്നവരാണ്. ഈ പുതു കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അങ്ങനെ കേരളം യാഥാർത്ഥ്യമായാൽ ഇടതുപക്ഷ സ്ഥിരഭരണമുള്ള ഒരു കേരളമായി മാറും. എന്തു വിധനയും അതിന്റെ ജീവനെടുക്കണം.
ആ ശ്രമങ്ങൾക്കാണ് കേരളം സാക്ഷ്യം വഹിക്കുന്നത്. ഞാൻ അവസാനിപ്പിക്കുന്നു. കേരളത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള സമഗ്രമായ മഹാസമരങ്ങളുടെയും പ്രതിരോധത്തിന്റെയും പടച്ചട്ട അണിഞ്ഞുകൊണ്ടാണ് ഫെബ്രുവരി 8 പാർലമെന്റിലേക്ക് നമുക്ക് നീങ്ങേണ്ടത്. ഐതിഹാസിക സമ്പൂർണമായ നിരന്തരമുള്ള മഹാസമരങ്ങളെ ഏറ്റെടുക്കാനുള്ള കരുത്ത് ഈ അനുസ്മരണ പൊതുയോഗം നമുക്ക് എല്ലാവർക്കും നൽകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിറഞ്ഞ സ്നേഹത്തോടുകൂടെ നിങ്ങളെയാകെ രാജ്യത്തെ യുവജന പ്രസ്ഥാനത്തിന് വേണ്ടി ഒരു ആകാശം നിറഞ്ഞ സ്നേഹത്തോടുകൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അഭിവാദനം. സഖാവ് ജയിക്ക് ഉൾപ്പെടെയുള്ള പാർട്ടി നേതാക്കളെ, പ്രിയപ്പെട്ട സഖാക്കളെ, സഹോദരി സഹോദരങ്ങളെ, 18 വർഷത്തിന് ശേഷവും രക്തനക്ഷത്ര തിളക്കവുമായി സഖാവ് കുഞ്ഞിരാമേട്ടൻ നമ്മുടെ മനസ്സിൽ വന്ന് നിൽക്കുന്നത് സഖാവ് ഉയർത്തിയ മുദ്രാവാക്യത്തിൻ്റെ പ്രസക്തിയും സഖാവിൻ്റെ അർപ്പണബോധവും രാഷ്ട്രീയ പോരാട്ടവും നമ്മുടെ മനസ്സുകളിൽ നിന്ന് മായാത്തതുകൊണ്ടാണ്. സഖാവ് ഉൾപ്പെടെ ആഗ്രഹിച്ച ഒരു നാട്ടിന് വേണ്ടി, ഒരു രാഷ്ട്രീയ അന്തരീക്ഷത്തിന് വേണ്ടി കൂടുതൽ ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കാനുള്ള ഊർജം സംഭരിക്കുകയാണ് ഇത്തരത്തിൽ സഖാക്കളുടെ അനുസ്മരണ യോഗത്തിലൂടെ നാം ആർജിക്കുന്നത്. ഇവിടെ വർത്തമാനകാല രാഷ്ട്രീയത്തെക്കുറിച്ച് വളരെ വിശദമായി തന്നെ സഖാവ് ജയിക്ക് സംസാരിച്ചിട്ടുണ്ട്. ഇത്രമേൽ അപകടകരമായ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ രാജ്യം നീങ്ങുമ്പോൾ എന്തുകൊണ്ടാണ് ഈ രാജ്യത്തെ പ്രധാന പ്രതിപക്ഷം എന്ന് സ്വയം അവകാശപ്പെടുന്ന കോൺഗ്രസ് ഇത്തരം നിലപാടുകൾക്കെതിരെ പ്രതികരിക്കാത്തത് എന്നാണ് നമ്മെ ആശങ്കപ്പെടുത്തുന്നത്. അതിൽ സംശയിക്കേണ്ടതില്ല. നേരത്തെ ജയിക്ക് സൂചിപ്പിച്ചതുപോലെ അത്രമേൽ RSSനോട് വിധേയപ്പെട്ട് കിടക്കുകയാണ് രാജ്യത്തെ കോൺഗ്രസ്. അതിൽ നിന്ന് വ്യത്യസ്തവുമല്ല നമ്മുടെ കേരളത്തിലെ കോൺഗ്രസിന്റെ സംവിധാനം. ഇവിടെ നേരത്തെ നമുക്കറിയാം, RSSുമായും BJPയുമായും വ്യത്യസ്ത തലത്തിലുള്ള ധാരണകൾ ഉണ്ടാക്കിയവരാണ് ഇവിടുത്തെ UDF സംവിധാനം. വടകരയും ബേപ്പൂരും നമ്മൾ കണ്ടവരാണ്. പക്ഷേ ഈ കേരളത്തിലെ ജനത അതെല്ലാം തള്ളിക്കളഞ്ഞു. അത്തരത്തിലുള്ള ഒരു യോജിപ്പുകളും കേരള ജനത അംഗീകരിക്കില്ല എന്ന് മനസ്സിലാക്കിയ കോൺഗ്രസ് പിന്നീട് രഹസ്യമായ ധാരണകൾക്കാണ് കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ചത്. എന്നാൽ ഏറ്റവും ഒടുവിലായി ഇന്ന് ആ രഹസ്യമെല്ലാം അങ്ങോട്ട് മാറ്റിവെച്ച് RSSും ഞങ്ങളും പണ്ടേ വലിയ ബന്ധത്തിലാണ് എന്ന് യാതൊരു മടിയുമില്ലാതെ, യാതൊരു ലജ്ജയുമില്ലാതെ ഈ കേരളത്തിലെ ജനങ്ങളോട് വിളിച്ചു പറയുന്ന ഒരു KPCC പ്രസിഡന്റ് ഇന്ന് കേരളത്തിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ സാധാരണ രീതിയിൽ നമ്മുടെ നാട്ടിൻ പുറത്ത് ഏതെങ്കിലും ഒരു സുപ്രഭാതത്തിൽ വലിയ ഒരു കോടീശ്വരനായ ഒരാൾ മാറുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള ചിലരെങ്കിലും പറയും,
എൻ്റെ അമ്മേൻ്റെ ജ്യേഷ്ഠത്തിൻ്റെ മകനാണ്. അത്തരത്തിലുള്ള ബന്ധങ്ങൾ ഓർമ്മിച്ചെടുക്കുന്നത് നമ്മൾ കാണാറുണ്ട്. അതിനെയെല്ലാം വെല്ലുന്ന തരത്തിലാണ് KPCCയുടെ പ്രസിഡന്റ് പറയുന്നത്, ഞങ്ങൾ നേരത്തെ തന്നെ സംബന്ധക്കാരാണ്, ഞാൻ RSSനെ നേരത്തെ തന്നെ സഹായിക്കാറുണ്ട്, RSSന്റെ ശാഖയ്ക്ക് ഞാൻ കാവൽ നിൽക്കാറുണ്ട്. കുറച്ചുകൂടി കടത്തി പറഞ്ഞു, ജവഹർലാൽ നെഹ്റു തന്നെ RSSുമായി സന്ധി ചെയ്യാറുണ്ട് എന്നുകൂടി ഉൾപ്പെടുത്തി പറഞ്ഞു. ഇങ്ങനെ RSSുമായി ഏത് സമയത്തും സന്ധി ചെയ്യാനുള്ള പാഠത്തിലേക്ക്, അത് അംഗീകരിക്കുന്ന മാനസികാവസ്ഥയിലേക്ക് കോൺഗ്രസിന്റെയും UDFന്റെയും പ്രവർത്തകരെ സജ്ജമാക്കാനുള്ള പ്രവർത്തനത്തിനാണ് KPCCയുടെ പ്രസിഡന്റ് മുന്നോട്ട് വന്നിരിക്കുന്നത് എന്ന് നാം കാണേണ്ടതുണ്ട്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടത്തെ കോൺഗ്രസും മുസ്ലിം ലീഗും ചോദിക്കുന്നത് എന്തിനാണ് ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുന്നത് എന്നാണ്. ഇടതുപക്ഷം ഇവിടെയല്ലാതെ മറ്റെവിടെയുണ്ട്? നമുക്ക് അവരോട് പറയാനുള്ളത് 2004 ഓർമ്മിക്കണമെന്നാണ്. 2004 കോൺഗ്രസിനോട് തന്നെ മത്സരിച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ 63 ലോക്സഭാ സീറ്റിൽ ഇടതുപക്ഷത്തിന്റെ ജനപ്രതിനിധികൾ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അന്ന് പ്രധാനമന്ത്രി സ്ഥാനം ഏറ്റെടുക്കാൻ, അതിന്റെ സത്യപ്രതിജ്ഞ ചെയ്യാൻ RSS തക്കം പാർത്തു നിൽക്കുമ്പോൾ, BJP കാത്തു നിൽക്കുമ്പോൾ, ആ സമയത്ത് രാഷ്ട്രപതിയുടെ അടുക്കലേക്ക് പോയിക്കൊണ്ട് ഞങ്ങളുടെ പക്കൽ 63 MPമാരുണ്ട്, ഞങ്ങളിതാ ഇവിടെ മതനിരപേക്ഷത നിലനിൽക്കണം, ആ മതനിരപേക്ഷത നിലനിൽക്കണമെങ്കിൽ സംഘപരിവാരത്തിനെ രാജ്യത്ത് നിന്ന്, അധികാര കേന്ദ്രത്തിൽ നിന്ന് മാറ്റി നിർത്തണം, അതിനുവേണ്ടി ഞങ്ങളുടെ 63 MPമാരുടെ പിന്തുണ ഞങ്ങളിതാ സമർപ്പിക്കുന്നു. അങ്ങനെയാണ് മൻമോഹൻ സിംഗിനെ ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി സ്ഥാനം ഏറ്റെടുക്കാൻ വേണ്ടി ക്ഷണിക്കപ്പെടുന്നത്. ആ 63 MPമാരിൽ 57 പേരും കോൺഗ്രസിനോട് മത്സരിച്ച് ജയിച്ചവരായിരുന്നു. എന്നിട്ട് നമ്മൾ ഈ വർഗീയ ഫാസിസ്റ്റ് ശക്തികളെ അകറ്റി നിർത്താൻ വേണ്ടി നിരുപാധിക പിന്തുണ കോൺഗ്രസിന് കൊടുത്ത ഇടതുപക്ഷമാണ് ഈ തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷത്തിനെ തെരഞ്ഞെടുക്കണമെന്ന് വോട്ട് അഭ്യർത്ഥിക്കുന്നത്. നമ്മളിവിടെ കാണേണ്ടത്, ഇടതുപക്ഷത്തിന്റെ ജനപ്രതിനിധി തെരഞ്ഞെടുക്കപ്പെട്ടാൽ അത് ഇടതുപക്ഷമായി തന്നെ, അത് ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷ ചേരിക്കൊപ്പം നിന്നുകൊണ്ട് ആ 5 വർഷം പൂർത്തീകരിക്കും. എന്നാൽ കോൺഗ്രസിന്റെ ജനപ്രതിനിധികളെ MP-ആയി തെരഞ്ഞെടുക്കപ്പെട്ടാൽ അവരേത് സമയത്താണ് സംഘപരിവാരത്തിന്റെ കൂടാരത്തിലേക്ക് പോകാമെന്ന് നമുക്ക് നിശ്ചയിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷത നിലനിർത്താൻ, ഈ രാജ്യത്തിന്റെ അപകടകരമായ ഈ സാഹചര്യത്തെ പ്രതിരോധിക്കാൻ ഈ കേരളത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്നത് ഇടതുപക്ഷത്തിന്റെ MPമാരായിരിക്കണമെന്ന് നമ്മൾ അഭ്യർത്ഥിക്കുന്നത്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചല്ലോ, കേരളത്തിന്റെ ഒട്ടനവധി പ്രതിസന്ധികൾ നമ്മൾ തരണം ചെയ്തവരാണ്. അതെല്ലാം അഭിമുഖീകരിച്ചുകൊണ്ട് ഈ കേരളത്തെ നമ്മൾ മുന്നോട്ട് നയിച്ചതാണ്. ആ ഘട്ടത്തിലൊന്നും ഈ കേരളത്തിന് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ ചോദിക്കാൻ വേണ്ടി നമ്മുടെ 18 MPമാരും അവിടെ എഴുന്നേറ്റ് നിന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് മാത്രമാണ്. എന്താണ് ഈ MPമാരെ കൊണ്ട് നമ്മുടെ കേരളത്തിൽ ഉണ്ടാവുന്നത്? കേരളത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള നേട്ടങ്ങളുണ്ടോ? ഒരു വർഷം ഒരു MP-ക്ക് 5 കോടിയെങ്കിലും അവരുടെ ഫണ്ടിലേക്ക് കിട്ടും. ആ 5 കോടിയിൽ നിന്ന് എന്തെങ്കിലും ഒരു ഫണ്ട്
നമ്മുടെ ഈ നന്ദി പ്രദേശത്തെയും കൂടാടി പ്രദേശത്ത് വന്നതായി നമുക്ക് പറയാൻ സാധിക്കുമോ? നമ്മളൊരു പഞ്ചായത്ത് മെമ്പർ നമ്മുടെ വാർഡിൽ എത്ര ലക്ഷം രൂപയാണ് ചെലവഴിക്കുന്നത്? എന്നാൽ തെരഞ്ഞെടുക്കപ്പെട്ട് പോയതിനു ശേഷം ഏതെങ്കിലും ഒരു വികസന പ്രവർത്തനത്തിന് ഫണ്ട് വകയിരുത്താൻ, ഈ നാടിന്റെ പ്രയാസങ്ങൾ കണ്ട് അത് പരിഹരിക്കാനുള്ള യാതൊരു ഇടപെടലും നമ്മുടെ MP നടത്തിയില്ല എന്നുള്ളതാണ് വസ്തുത. ഇത് വടകര MP മാത്രമല്ല, ഈ കേരളത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ലോക്സഭയിലേക്ക് പോയ 18 MP-മാരുടെയും സാഹചര്യം ഇതാണ്. ഇവിടെ ഒരു പ്രത്യേക സാഹചര്യമാണ് ഈ കേരളത്തിൽ രൂപം കൊണ്ടുവന്നത്. എന്താണ് ആ സാഹചര്യം? കേരളത്തിൽ ചരിത്രത്തിൽ ആദ്യമായി ഇടതുപക്ഷത്തിന് തുടർഭരണം ലഭിച്ചിരിക്കുന്നു. ആ തുടർഭരണം ലഭിക്കാനുണ്ടായ സാഹചര്യം എന്താണെന്ന് ഇവിടുത്തെ കോൺഗ്രസിനും മുസ്ലിം ലീഗിനും UDF-നും ആകമാനം തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, ഈ കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങളാണ്, ഈ കേരളത്തിന്റെ മുന്നേറ്റങ്ങളാണ്, ഈ കേരളത്തിന്റെ പുരോഗതിയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് രണ്ടാം പിണറായി സർക്കാർ തെരഞ്ഞെടുക്കപ്പെട്ട ആ അധികാരമേറ്റ അന്ന് തന്നെ കേരളത്തിലെ വികസന പ്രവർത്തനത്തിനെ അട്ടിമറിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചത്, UDF തീരുമാനിച്ചത്. ആ വികസന പ്രവർത്തനങ്ങൾ അട്ടിമറിക്കാൻ എല്ലാ തരത്തിലും BJP-യോട് ഒത്തുചേർന്നുകൊണ്ടുള്ള പ്രവർത്തനമാണ് നാളിതുവരെ നമുക്ക് കേരളത്തിൽ ഈ 2 വർഷമായി കാണാൻ വേണ്ടി സാധിക്കുന്നു. ഇവിടെ അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ ഈ കേരളത്തിന് കിട്ടാത്തതിന് യാതൊരു പ്രയാസവും ഇവിടുത്തെ കോൺഗ്രസ്സുകാരനില്ല. നമ്മുടെ ഈ കേരളത്തിൽ നിന്ന് പിരിച്ചെടുക്കുന്ന നികുതി പണത്തിന്റെ അർഹതപ്പെട്ടത് നമുക്ക് ലഭിക്കുന്നുണ്ടോ എന്നൊരു പരിശോധന കോൺഗ്രസ്സുകാരനുണ്ടോ? അതാണ് നേരത്തെ സൂചിപ്പിച്ചത്. കർണാടകത്തിലെ കോൺഗ്രസിന് മനസ്സിലായി, മറ്റ് സ്ഥലത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക് മനസ്സിലാവുന്നു, പക്ഷെ കേരളത്തിലെ കോൺഗ്രസിന് മനസ്സിലാവുന്നില്ല. കേരളത്തിലുണ്ടാകുന്ന അപകടം എത്രമാത്രമാണ്? നമ്മൾ സാധാരണ രീതിയിൽ ഇത്രയും അപകടം ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് വായ്പ എടുത്തെങ്കിലും നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം. എന്നാൽ ആ വായ്പ എടുക്കാനുള്ള പരിധി വീണ്ടും വെട്ടിക്കുറച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് തീരുമാനമെടുക്കുകയാണ്. അങ്ങനെ എല്ലാ രീതിയിലും കേരളം നശിക്കട്ടെ എന്ന് മാത്രം തീരുമാനിക്കുന്ന ഒരു പ്രധാനമന്ത്രിയും അതിന് പിന്തുണ നൽകുന്ന ഒരു UDF-ന്റെ കേരളത്തിലെ സംവിധാനവും നമ്മുടെ മുന്നിലുണ്ട്. ഇതിനെല്ലാം നമുക്ക് പ്രതിരോധിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കണം. അതിന് ഒറ്റക്കെട്ടായി നല്ല രൂപത്തിൽ ജനാധിപത്യ വിശ്വാസികളെ ആകെ ചേർത്തുകൊണ്ട് നമുക്ക് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ സാധിക്കണം. അതിനുള്ള തെറ്റായ പ്രചരണങ്ങൾ നേരത്തെ ഇവിടെ സ്വാഗത പ്രാസംഗികൻ സൂചിപ്പിച്ചു. ഇവിടെ തെറ്റായ പ്രചരണങ്ങൾ, കള്ളപ്രചരണങ്ങൾ ഒട്ടനവധി പ്രാദേശിക തലത്തിലും വരികയാണ്. എന്തിനേറെ പറയുന്നു, ഒരു മരണം വരെ രാഷ്ട്രീയവൽക്കരിക്കാനുള്ള ശ്രമം നടന്നു എന്നാണ് നേരത്തെ സൂചിപ്പിച്ചത്. അന്ന് ഞാൻ ഓർമ്മിക്കുന്നുണ്ട്, പാതിരാക്കാണ് RPK എന്ന് വിളിക്കുന്നത്, കരഞ്ഞുകൊണ്ടാണ് വിളിക്കുന്നത്. ഒരു ജീവൻ നഷ്ടപ്പെട്ട വേവലാതിയിൽ കരഞ്ഞുകൊണ്ട് വിളിക്കുകയാണ്, ഈ അപകടം നടന്നിട്ടുണ്ട്, ഇവിടെ ആരെയില്ല, എത്രയും പെട്ടെന്ന് ബന്ധപ്പെട്ട സംവിധാനങ്ങൾ ഏർപ്പെടുത്തി തരണം. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു. കാമണിക്കൂർ കൊണ്ട് എല്ലാ സംവിധാനങ്ങളും ഈ നന്ദി കടലൂരിലേക്ക് എത്തിക്കഴിഞ്ഞു. പക്ഷെ പിന്നീടെന്താ, പിറ്റേ ദിവസം MLA തടയും. ആ രാത്രിയിലും ഇവിടുത്തെ സംവിധാനം ഒരുക്കാൻ വേണ്ടി അധ്വാനിക്കുന്ന, അതിനുവേണ്ടി പരിശ്രമിച്ച ആ MLA തടയാണ്. MP എത്തിയോ? ഇല്ല. അതിന് യാതൊരു പരിഭവവും ഇല്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ എത്തിയോ? ഇല്ല. ആർക്കും ഒരു പ്രതിഷേധവും ഇല്ല. MLA-ക്ക് പ്രതിഷേധം. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഇവിടുത്തെ MP ഏതെങ്കിലും വികസന പ്രവർത്തനത്തിന്, ഈ നാടിന്റെ പ്രയാസം അകറ്റാൻ വേണ്ടി ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനത്തിന് തയ്യാറാവുന്നുണ്ടോ? ഇല്ലല്ലോ. പിന്നെ എന്തേ പ്രതിഷേധമില്ലാത്തത്? ഇവിടെയും ഒരു പുതിയ പ്രവണതയും കൂടി വരിക. എന്താ പ്രവണത? ഇപ്പൊ നമ്മുടെ നാട്ടിലെ ഒരാളെ രാജ്യസഭയിലേക്ക് എടുത്തിട്ടുണ്ട് RSS. ഇത്തരത്തിലുള്ള ആൾക്കാരെല്ലായിടത്തിൽ അവസാന ശ്രമമാണ് കേരളത്തിൽ തങ്ങളുടെ സംഘപരിവാരത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഏതെങ്കിലും തരത്തിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുമോ? അതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹവും വന്നത്. ഇപ്പൊ എന്താ കാണിക്കുന്നത്? ഏതെങ്കിലും ഒരു പ്രതിഷേധം ഇല്ലെങ്കിൽ പ്രയാസങ്ങൾ നാട്ടിലുണ്ടാവുമ്പോൾ അവിടെ അദ്ദേഹം എത്തുന്നു, പെട്ടെന്ന് തന്നെ പ്രഖ്യാപിക്കുന്നു, ഇത് പാസ്സാക്കിയിരിക്കുന്നു. അങ്ങനെ പാസ്സാക്കിയിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുകയും പിറ്റേന്ന് BJP-യുടെ മണ്ഡലം പ്രസിഡന്റിന്റെ ഫോട്ടോ
പ്രത്യക്ഷപ്പെടുന്നു. എന്തെങ്കിലും സത്യമുണ്ടോ? പണ്ടുള്ള കാലമാണോ? ഇന്നത്തെ കാലത്ത് നമുക്കെല്ലാം നല്ല ധാരണയില്ല. ഏതെങ്കിലും തരത്തിലൊരു വികസന പ്രവർത്തനം നാട്ടിൽ നടത്തണമെങ്കിൽ അതിന് നേരത്തെ പ്രപ്പോസൽ കൊടുക്കണം, അതിന്റെ ഭാഗമായി അന്വേഷണം നടക്കണം, അതിന്റെ ഒട്ടനവധി പ്രക്രിയകൾ നടക്കണം. അങ്ങനെ നടത്തി അതിന്റെ എല്ലാ കാര്യങ്ങളും ആലോചിച്ചുകൊണ്ടാണ് സർക്കാർ അതിന് ഫണ്ട് വകയിരുത്തുന്നത്. പക്ഷേ ഇതൊന്നുമില്ലാതെ ഒരു കണ്ടം പേപ്പർ കൊണ്ട് കൊടുക്കുന്നു, ഇതാ പാസ്സാക്കിയിരിക്കുന്നു, പിറ്റേന്ന് ഫ്ലക്സും വെക്കുന്നു. എവിടെയെങ്കിലും വരുന്നുണ്ടോ? എവിടെയെങ്കിലും ഇത്തരത്തിലുള്ള പ്രവർത്തനം നടത്തുന്നുണ്ടോ? എന്നാൽ 2 വർഷം മുന്നേ നമ്മുടെ MLA ഇത്തരം കാര്യങ്ങളെല്ലാം ആലോചിച്ചുകൊണ്ട് ആവശ്യമായ സ്ഥലങ്ങളിലെല്ലാം അടിപ്പാത ഉൾപ്പെടെ നിർമ്മിക്കാൻ വേണ്ടിയുള്ള പ്രപ്പോസൽ സംസ്ഥാന സർക്കാരിലൂടെ കേന്ദ്രത്തിന് കൈമാറി. അതിന്റെ മറ്റു കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ട് അതിന്റെ കാര്യങ്ങളെല്ലാം ആലോചനയ്ക്ക് വിധേയമാക്കിയാണ് ഇത്തരത്തിലുള്ള പദ്ധതികളെല്ലാം നമ്മുടെ മുന്നിലേക്ക് ഇപ്പോൾ പ്രഖ്യാപിച്ചു വരുന്നത്. ആ സമയത്താണ് ഇത്തരം രാഷ്ട്രീയ നാടകങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. നാം തിരിച്ചറിയണം. ഇത്തരത്തിലുള്ള എല്ലാ കള്ളപ്രചരണങ്ങളും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം. നമുക്ക് അർഹതപ്പെട്ടത് കിട്ടുന്നില്ല. 10ാം ധനകാര്യ കമ്മീഷന്റെ കാലത്ത് നമുക്ക് കിട്ടുന്ന വിഹിതം 3.98% 15ാം ധനകാര്യ കമ്മീഷന്റെ കാലത്ത് അത് 1.98% കുറച്ചിരിക്കുന്നു. നമ്മുടെ നാട്ടിൽ നിന്ന് നികുതി ഇനത്തിൽ വിധിച്ചു കൊണ്ടുപോകുന്ന 1 രൂപ വിധിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 46 പൈസ. ഉത്തർപ്രദേശിൽ കിട്ടുന്നത് 2 രൂപ. അങ്ങനെ വ്യത്യസ്തമായ സംസ്ഥാനങ്ങൾക്കെല്ലാം യഥേഷ്ടം ആ ഫണ്ട് വിനിയോഗിക്കുമ്പോൾ കേരളത്തിൽ ആ ഫണ്ട് വിനിയോഗം വേണ്ട എന്ന് തീരുമാനിക്കുന്നു. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന ഇടതുപക്ഷത്തിന് ശക്തിയുണ്ട്. കേരളത്തിലെ ജനങ്ങൾക്ക് പദ്ധതി ആവശ്യമില്ല, അവരെ സഹായിക്കേണ്ടതില്ല. ഇതാണോ ജനാധിപത്യം? നമ്മളിപ്പോൾ കേരള സർക്കാർ എത്ര പഞ്ചായത്തുകൾ UDF-നുണ്ട്? ആ UDF-ന്റെ പഞ്ചായത്തിൽ പദ്ധതി കൊടുക്കാതെ നിൽക്കൂ? അവർക്ക് അർഹതപ്പെട്ടതല്ലേ, അവർക്ക് കൊടുക്കില്ലേ നമ്മൾ? എന്നാൽ നരേന്ദ്രമോദി അങ്ങനെയാണോ? തങ്ങൾ അധികാരമില്ലാത്ത, തങ്ങൾക്കെതിരായി ശബ്ദമുയർത്തുന്ന കേരളത്തെ എത്രത്തോളം പീഡിപ്പിക്കാൻ സാധിക്കുമോ അത്രത്തോളം പ്രയാസപ്പെടുത്താൻ, അത്രത്തോളം അത് പ്രതിസന്ധി സൃഷ്ടിക്കാനുള്ള പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്നു. അവിടെ നമ്മോടൊപ്പം ചേർന്നുകൊണ്ട് ജനാധിപത്യപരമായി സമരം ചെയ്യേണ്ട UDF മറുഭാഗത്ത് ചേർന്നുകൊണ്ട് ഈ ഭരണത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു. അവിടെയാണ് നമ്മൾ ഉയർന്നു പ്രവർത്തിക്കേണ്ടത്. എന്ത് പ്രതിസന്ധിയുടെ ഇടയിലും നമുക്ക് ഈ കേരളത്തിലെ ജനങ്ങൾക്ക് തണലായി താങ്ങായി നിന്ന ഈ സംസ്ഥാനത്തിന്റെ ഇടതുപക്ഷ ഭരണത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെ സംരക്ഷിക്കാൻ, കാത്തു സൂക്ഷിക്കാൻ നമ്മൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് വരണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് സഖാവിന്റെ അനുസ്മരണത്തിൽ ഒരുപടി രക്തപുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. രക്ഷാപ്രവർത്തനം നടത്തിയതിൽ ആദരിച്ച കൂട്ടത്തിൽ ഷൈജു ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ആദരിക്കുകയാണ്. അടുത്തതായി ഏരിയ കമ്മിറ്റി അംഗം AK ഷൈജു സംസാരിക്കും. കുഞ്ഞിക്കണാരൻ്റെ 18ാമത് വാർഷിക ഓർമ്മ ദിനമാണ് നാം ഇവിടെ ആചരിക്കുന്നത്. നമുക്കറിയാം, ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഒട്ടേറെ പ്രതിസന്ധികളിലൂടെയും വലതുപക്ഷ ആക്രമണങ്ങളെ അതിജീവിച്ചുകൊണ്ടുമാണ് കുഞ്ഞിക്കണാരനെ പോലെയുള്ള ആയിരക്കണക്കിന് പ്രവർത്തകർ ഇക്കാലങ്ങളിൽ ഇടപെട്ടുകൊണ്ട് കേരളത്തിൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഏറ്റവും വലിയ പ്രസ്ഥാനമാക്കി മാറ്റിയത് എന്ന് നമുക്കറിയാം. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ജന്മിത്വവും കൊടികുത്തി വാണിരുന്ന ഈ കേരളത്തെ ഇന്ന് കാണുന്ന പുരോഗമന കേരളമാക്കി മാറ്റുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ച ഈ സഖാക്കൾ, ആ സഖാക്കളെ നാം ഓർക്കുമ്പോൾ
അവരുടെ ഓർമ്മ ദിനം നാം ആചരിക്കുമ്പോൾ കാലഘട്ടം നമ്മോട് ആവശ്യപ്പെടുന്ന ഉത്തരവാദിത്തങ്ങളും കടമകളും നിറവേറ്റാനുള്ള ഒരു ദൃഢപ്രതിജ്ഞ എടുക്കലാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം പരിപാടികൾ.